العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد العلامة الشيخ محمد بن عبد الوهاب رحمه الله في كتابه الماتع كتاب التوحيد باب قول الله تعالى ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه. ذكر ابن أبي حاتم عن ابن عباس يلحدون في أسمائه يشركون وعنه سموا اللات من الإله والعزى من العزيز. وعن الأعمش يدخلون فيها ما ليس منها. انتهى. فيه مسائل: الأولى إثبات الأسماء، الثانية كونها حسنى، الثالثة الأمر بدعائه بها، الرابعة ترك من عارض من الجاهلين الملحدين، الخامسة تفسير الإلحاد فيها، السادسة وعيد من ألحد. സഹോദരന്മാരെ, കിതാബ് തൗഹീദിൽ നിന്നുള്ള 50-ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് വായിക്കാനും പഠിക്കാനുമുള്ളത്. മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിന് തലവാചകമായി നൽകിയിട്ടുള്ളത് സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി വതമാമുൽ ആയ സയുജ്സൗന മാ കാനൂ യഅമലൂൻ സയുജ്സൗന മാ കാനൂ യഅമലൂൻ. ഈ വചനത്തെ സംബന്ധിച്ച് ഒരധ്യായം തന്നെ മുസന്നിഫ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. കാരണം ബാബുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ നാമങ്ങളും ഉന്നതമായ ഗുണവിശേഷങ്ങളും അത് തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ബാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിന്റെ അവസാനത്തിൽ പറഞ്ഞ വചനമനുസരിച്ച് ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു 7 ആകാശങ്ങളായിട്ട്.
ഭൂമിയെയും ഭൂമിയിൽ നിന്നും അതുപോലെയുള്ളവ അവൻ സൃഷ്ടിച്ചു, അഥവാ 7 ഭൂമിയായിട്ട്. യതനസ്സലുൽ അംറു ബൈനഹുൻ, എന്നിട്ട് 7 ആകാശങ്ങൾക്കും 7 ഭൂമികൾക്കും ഇടയിൽ അവന്റെ അംറ്, അവന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 7 ആകാശങ്ങളെയും അതുപോലെ തന്നെ 7 ഭൂമിയെയും അവക്കിടയിലൂടെ അള്ളാഹുവിന്റെ അംറ് ഇറങ്ങുകയും ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞത് ഇതെന്തിനു വേണ്ടിയാണ്? ഈ 7 ആകാശങ്ങൾ സൃഷ്ടിച്ചത്, 7 ഭൂമി സൃഷ്ടിച്ചത്, അവക്കിടയിൽ അവന്റെ കൽപ്പന അവൻ ഇറക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. അല്ലാഹു ഖദീറാണ് എന്നത് നിങ്ങൾ അറിയണം. ഖദീർ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അതിൽ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് എന്ന് പറയുന്ന സിഫത്ത് ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. തുടർന്നുകൊണ്ട് പറയുന്നു അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളെയും എല്ലാ വസ്തുക്കളെയും വസ്തുതകളെയും അവൻ ചൂഴ്ന്നു നിൽക്കുന്നു, അവൻ ഇൽമിനാൽ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന കാര്യവും പറയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ നാമങ്ങൾ അറിയാൻ, ഉന്നതമായ അവന്റെ ഗുണവിശേഷങ്ങൾ അറിയാൻ, അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൾ അറിയാൻ, അവന്റെ അസ്മാഉകളും സിഫാത്തുകളും നിങ്ങൾ മനസ്സിലാക്കി അവനെ നിങ്ങൾ അറിഞ്ഞ് അവന്റെ നിങ്ങൾ ഉബൂദിയ്യത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമാണ് അൽ അസ്മാഉ വസ്സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള അവന്റെ ഇൽമ്, വഹയിലൂടെ മനുഷ്യലോകത്തിന് നൽകിയിട്ടുള്ള ഇൽമ്, ആ ഇൽമിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് തൗഹീദിന്റെ വിഷയമെടുക്കുകയാണെങ്കിൽ അതിൽ അൽ അസ്മാഉ വസ്സിഫാത്ത്, അതാണ് ആദ്യമായി ഉയർത്തപ്പെടുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഏറ്റവും ആദ്യം ആളുകൾ വഴിപിഴച്ചു പോയത് തൗഹീദിന്റെ ബാബിൽ അവരേറ്റവും ആദ്യമായി വഴിപിഴച്ചത് ഈ ബാബിൽ അസ്മാ വസ്സിഫാത്ത്. ഏതർത്ഥത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും അതീവ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് അൽ അസ്മാഉ വസ്സിഫാത്ത്. അതുകൊണ്ട് തന്നെ മുസന്നിഫ് റഹിമഹുല്ലാഹ് തൗഹീദിന് വേണ്ടി ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും പല അധ്യായങ്ങളിലും അസ്മാഉകളെയും സിഫാത്തുകളെയും സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ചകൾ വന്നിട്ടുള്ളപ്പോൾ തന്നെ അവന്റെ അസ്മാഉകൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുകയും എന്നാൽ അവന്റെ അസ്മാഉകളിൽ ഇൽഹാദ് വരുത്തുന്നതിന്റെ അപകടത്തെ സംബന്ധിച്ച് താക്കീത് നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അധ്യായം മുസന്നിഫ് റഹിമഹുല്ലാഹ് എടുത്തു ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബാബു ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഏതാണ് ആ വചനം? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അതിനാൽ അവനോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ആ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അവനെ വിളിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അവന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ അൽ അസ്മാഉൽ ഹുസ്ന അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ്, ആ നാമങ്ങളിൽ അവനെ വിളിച്ചുകൊണ്ടാണ് അവനോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇ, എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ വിട്ടേക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. ഈ താക്കീതോടുകൂടിയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇബ്നു അബി ഹാത്തിം
പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ, യുൽഹിദൂന ഫി അസ്മാഇഹി, അല്ലാഹുവിന്റെ നാമങ്ങളിൽ അവർ ഇൽഹാദ് നടത്തുന്നു എന്ന്. എന്താണ് ഇൽഹാദ്? അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയിട്ടുള്ള വ്യാഖ്യാനം യുശ്രികൂൻ, അല്ലാഹുവിന്റെ നാമങ്ങളിൽ ശിർക്ക് ചെയ്യുന്നതിനാണ്, അവന്റെ നാമങ്ങളിലും അവന്റെ ഗുണവിശേഷങ്ങളിലും ശിർക്ക് വരുത്തുന്നതിനാണ് ഇൽഹാദ് എന്ന് പറയുക. റുബൂബിയ്യത്തിൽ ശിർക്ക് വരാറുണ്ട്, ഉലൂഹിയ്യത്തിൽ ശിർക്ക് വരാറുണ്ട്, അതേ പ്രകാരം തന്നെ അസ്മാഉ സിഫാത്തിലും ശിർക്ക് വരാറുണ്ട്. അസ്മാഉ സിഫാത്തിന്റെ ബാബിൽ ശിർക്ക് വന്നാൽ അതിന് ശർഅയിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് അൽ ഇൽഹാദ്. അതിന് അൽ ഇൽഹാദ് എന്നാണ് പറയാ. വഅൻഹു, മാത്രമല്ല ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ റിവായത്തുണ്ട്, സമ്മു അല്ലാത്ത് മിനൽ ഇലാഹ് വൽ ഉസ്സ മിനൽ അസീസ്. വഅൻഹു ഐ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെയുള്ള റിവായത്തിൽ കാണാം, സമ്മു അല്ലാത്ത്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവർ ഇബാദത്ത് ചെയ്തിരുന്ന, അവർ തെറ്റായ നിലയിൽ ആരാധന ചെയ്തിരുന്ന അവരുടെ വ്യാജ ദൈവത്തിന് ലാത്ത് എന്നവർ പേര് കൊടുക്കാനുണ്ടായ കാരണം അത് മിനൽ ഇലാഹ്, അല്ലാഹുവിന് പറയുന്ന അൽ ഇലാഹ് എന്നുള്ളതിൽ നിന്നാണ് അല്ലാത്ത് എന്നവർ പേരുണ്ടാക്കിയത്. അപ്പൊ അല്ലാഹുവിന്റെ പേര് ചെറിയ ഭേദഗതി വരുത്തിയിട്ട് കള്ളദൈവങ്ങൾക്ക് നൽകി. അള്ളാഹുവിന്റെ അസ്മാകളിൽ ശിർക്ക് ചേർത്തു. അള്ളാഹുവിന്റെ അസ്മാകളിൽ ശിർക്ക് ചേർക്കുന്നതിന് മൊത്തത്തിൽ അസ്മാകളിൽ നടത്തുന്ന എല്ലാ തരത്തിലുള്ള കൃത്രിമങ്ങൾക്കും പൊതുവായി നൽകുന്ന പേരാണ് ഇൽഹാദ്. ഇങ്ങനെ ശിർക്ക് വരുത്തിയാലും ഇനി അതല്ലാത്ത രൂപത്തിലുള്ള മറ്റു ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അത് വരുത്തിയാലും എല്ലാത്തിനും പൊതുവായി പറയുന്ന പേരാണ് ഇൽഹാദ്. അതുകൊണ്ടാണ് അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇൽഹാദിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൻ നൂനിയ്യ അതിൽ അദ്ദേഹം പറഞ്ഞു, വഹഖീഖത്തുൽ ഇൽഹാദി ഫീഹാ അൽ മൈൽ ബിൽ ഇശ്റാകി വത്തഅ്തീൽ വന്നുക്റാൻ. വഹഖീഖത്തുൽ ഇൽഹാദ്, വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിലോ അല്ലെങ്കിൽ ഉലമാഉൽ ഇസ്ലാം ഇൽഹാദ് എന്ന് പ്രയോഗിക്കുമ്പോഴോ ആ ഇൽഹാദിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? അതിന്റെ യാഥാർത്ഥ്യം ഫീഹ, അള്ളാഹുവിന്റെ അസ്മാകളിൽ നടക്കുന്ന, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നടക്കുന്ന ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അൽ മൈൽ, അത് തെറ്റലാണ്, വ്യതിചലിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വന്നിട്ടുള്ള അസ്മാകളും സിഫാത്തുകളും എങ്ങനെയാണോ വന്നത് അതേ രൂപത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ സ്വീകരിക്കണം? അമിർറൂഹാ കമാ ജഅത്, നസ്സിൽ എപ്രകാരം വന്നുവോ അതേ രൂപത്തിൽ ആ കാര്യത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം. അതിലേതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നിങ്ങൾ കാണിക്കാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. അതിന്റെ ആശയങ്ങളെ വ്യാഖ്യാനിച്ചോ വ്യാഖ്യാനിക്കാതെയോ അതിന്റെ ആശയങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. അല്ലെങ്കിൽ ആ നാമങ്ങൾ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റു നാമങ്ങൾ ഈ ഇനത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതെടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തു, അള്ളാഹുവിന്റെ പേര് മറ്റൊരാൾക്ക് കൊടുത്തു, മറ്റാളുകളെ വിളിക്കുന്ന മഹ്ലൂക്കുകളെ വിളിക്കുന്ന പേര് അള്ളാഹ്ക്ക് കൊടുത്തു, ഇതൊക്കെ ശിർക്കാണ്. ഇങ്ങനെയുള്ള ഇശ്റാക്കാകാം, വത്തഅ്തീൽ, അതല്ലെങ്കിൽ അതിന്റെ മഅന, ആ പേരിന് ഒരു മഅന, അള്ളാഹ്ക്ക് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഏതൊരു പേര് നമ്മൾ എടുത്തു നോക്കിയാലും ആ പേരിന് ഒരർത്ഥമുണ്ട്, ഒരു മഅനയുണ്ട്. ആ മഅന അള്ളാഹ് അതിനില്ല എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക, വളച്ചൊടിക്കുക, ഇൽഹാദ് കാണിക്കുക, തഅ്തീൽ നടത്തുക. അതുപോലെ തന്നെ വന്നുക്റാൻ, ഇവയെ നിഷേധിച്ചു കളയുക, നിഷേധിക്കുകയോ മഅന തഅ്തീൽ നടത്തുകയോ അല്ലെങ്കിൽ ഇശ്റാക്ക് വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനാണ് യഥാർത്ഥത്തിൽ ഇൽഹാദ് എന്ന് പറയുന്നത്. അപ്പോ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്,
എന്താ മൗലവി ഇൽഹാദ്? വേറെ ഏതെങ്കിലും ഒരു അധ്യായം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇൽഹാദ് എന്നുള്ള വാക്ക് വരുമ്പോഴായിരിക്കും ആ ചോദ്യം ഉണ്ടാവുക. അതേ സന്ദർഭത്തിൽ ആ ഇൽഹാദിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ് അത് പൂർണ്ണ രൂപത്തിൽ കിട്ടുക. ഇവിടെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ള ഈ വരി നിങ്ങൾക്കതിന് പൂർണ്ണമായിട്ട് അതിനുള്ള വിശദീകരണമാണ്. വഹഖീഖത്തുൽ ഇൽഹാദി ഫീഹാ അൽമൈൽ ബിൽ ഇശ്റാഖി വത്തഅ്തീലി വന്നുക്റാനി ദൂനിയയിലുള്ള വരിയാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അള്ളാന്റെ ഒരു പേരെടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ അള്ളാന്റെ ഒരു സിഫത്ത് എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്തു, അത് പച്ച ശിർക്കാണ്. ഇനി അള്ളാഹുവിന്റേതല്ലാത്ത ഒരു പേര് മഖ്ലൂഖുകളുടെ ഒരു പേരെടുത്തിട്ട് അള്ളാഹു ഇങ്ങോട്ട് കൊടുത്തു, അതും ശിർക്കാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്ത്, ഒരു ഗുണവിശേഷം അത് മറ്റൊരാൾക്ക് കൊടുത്തു, ഒരു മഖ്ലൂഖിന് കൊടുത്തു, അത് ശിർക്കാണ്. മഖ്ലൂഖുകളുടേതായ പലതരത്തിലുള്ള ന്യൂനതകളും വൈകല്യങ്ങളും ഉള്ളതായ സിഫാത്തുകളാണ് മഖ്ലൂഖുകൾക്ക് ഉണ്ടാവുക. ആ സിഫത്തുകൾ എടുത്തിട്ട് അള്ളാഹുവിലേക്ക് ആരോപിച്ചു, അത് ശിർക്കാണ്. ഇങ്ങനെ ശിർക്ക് നടത്തിയാൽ ആ ശിർക്ക് ഇൽഹാദാണ്. അതല്ലെങ്കിൽ തഅ്തീൽ, തഅ്തീൽ എന്ന് പറഞ്ഞാൽ ബിജഹ്ദിഹാ വഇൻകാരിഹാ, അത് നിഷേധിക്കലാണ്. അതെങ്ങനെ നിഷേധിക്കുന്നത്? വതഅ്തീലിഹാ, അതിന്റെ മഅന ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് ഖുർആനിൽ പറയുന്നു. അല്ലാഹു പറയുന്നു ബൽ യദാഹു മബ്സൂതതാൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളും നിവർത്തിപ്പിടിച്ചവയാണ്. അപ്പൊ കൈ എന്ന് പറയുന്നത് കൈയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ് ധാരാളം നിഅമത്തുകൾ ചെയ്യുന്നവനാണ് എന്നതിനങ്ങ് വ്യാഖ്യാനിക്കുക. അപ്പൊ അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞ കൈ എന്ന് പറയുന്ന ആശയം തഅ്തീൽ ചെയ്യപ്പെട്ടു, അത് അസാധുവാക്കപ്പെട്ടു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ ഉപരിയിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അർശിന്റെ ഉപരിയിൽ ഇസ്തിവാ ചെയ്തവനല്ല, അവിടെ എല്ലായിടത്തും ഉള്ളവനാണ്. അവിടെ അർശിന്റെ ഉപരിയിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആധിപത്യം എല്ലാ സൃഷ്ടിലോകത്തും ഉണ്ട് എന്നാണ് എന്നൊരു വ്യാഖ്യാനം കൊടുക്കുക. അപ്പൊ എന്താ അവിടെ ഇസ്തിവാ അലൽ അർശ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിന്റെ മഅന തഅ്തീൽ ചെയ്യപ്പെട്ടു, അത് അസാധുവാക്കപ്പെട്ടു. ഇങ്ങനെ തഅ്തീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൽഹാദാണ്. അതുപോലെ തന്നെ വന്നുഖ്റാൻ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നാമമോ ഏതെങ്കിലും ഒരു സിഫത്തോ ഇല്ല എന്ന് നിഷേധിച്ചാൽ, ജഹ്മികൾ പറയുന്നത് പോലെ നിഷേധിച്ചാൽ അതിൽ ഹാദാണ്. എന്നാൽ അശ്അരികളും മുഅ്തസിലികളും ചെയ്യുന്നത് പോലെ തഅ്വീൽ ചെയ്തിട്ട് അതിനെ തഅ്തീൽ ചെയ്താൽ അത് ഇൽഹാദാണ്. അള്ളാഹുവിന് നൽകേണ്ടത് അവന്റെ മഖ്ലൂഖുകൾക്ക് നൽകുകയോ മഖ്ലൂഖുകൾക്ക് നൽകേണ്ടത് അള്ളാഹുവിന് നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൽഹാദാണ്, അസ്മാ സിഫാത്തിലുള്ള ഇൽഹാദാണ്. ഇങ്ങനെ ശിർക്കിലൂടെയോ തഅ്തീലിലൂടെയോ നുക്റാനിലൂടെയോ അസ്മാ സിഫാത്തുകളിൽ കൃത്രിമത്വം കാണിക്കുന്നതിനാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. അതിനാൽ അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് വന്നത്. എന്താ റിവായത്ത് വന്നത്? അവന്റെ നാമങ്ങളിൽ ഇൽഹാദ് നടത്തുന്ന ആളുകളെ നിങ്ങൾ വിട്ടേക്കുക. അവരെ നിങ്ങൾ ഒരിക്കലും ഇനിയൊരു പ്രതീക്ഷ വേണ്ട, അവരങ്ങേറ്റത്തെ ഗുരുതരമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ ഇൽഹാദിന് ഇബ്നു അബ്ബാസ് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം യുശ്രികൂൻ. ഈ കിതാബിന് ശറഹ് എഴുതിയിട്ടുള്ള ഫത്ഹുൽ മജീദ് എന്ന് പറയുന്ന ശറഹ് എഴുതിയിട്ടുള്ള ശാരിഹ് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ ഖൗലി ഇബ്നു അബ്ബാസിലേക്ക് ചേർത്താണ് പറഞ്ഞത്. വലം അഖ്ഫ് അലൈഹി, എന്നാൽ ഇബ്നു അബ്ബാസിലേക്ക് അത് ചേർത്തുകൊണ്ടുള്ള റിവായത്ത് ഇബ്നു അബീ ഹാത്തിമിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ ഖതാദത്ത് ബിനു ദിആമത്ത് സദൂസി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ഇബ്നു അബീ ഹാത്തിമിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അൻ ഖതാദത ഖൗലുഹു യുൽഹിദൂൻ യുശ്രികൂൻ വഇസ്നാദുഹു സഹീഹ്. അപ്പൊ ഖതാദ അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റുമെന്ന് അത് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. കാരണം ഇബ്നു അബ്ബാസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള തഫ്സീർ അതേപോലെ റിവായത്ത് ചെയ്യുന്ന രണ്ട് മുഫസ്സിരീങ്ങളാണുള്ളത്. ഒന്ന് മുജാഹിദ് ഇബ്നു ജബ്ർ അൽ മക്കി, രണ്ടാമത്തേത് ഖതാദത്ത് ബിനു ദിആമത്ത് സദൂസി. ഇബ്നു അബ്ബാസിന് ധാരാളം ശിഷ്യന്മാരുണ്ട്, തഫ്സീറിലും ധാരാളം ശിഷ്യന്മാരുണ്ട്.
പക്ഷെ ഖുർആനിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന പ്രമുഖരായ രണ്ട് മുഫസ്സിറുകൾ, ഒന്ന് മുജാഹിദ് ഇബ്നു ജബർ, രണ്ടാമത്തേത് ഖതാദത്ത് ഇബ്നു ദിആമ. ഈ ഖതാദയാണ് പറയുന്നത് യുൽഹിദൂന ഫി അസ്മാഇഹി എന്ന് പറഞ്ഞാൽ യുശ്രികൂൻ എന്നാണ് അതിന്റെ അർത്ഥം. അവര് പങ്കു ചേർക്കുന്നു. അവിടെ ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ റിവായത്ത് വഇസ്നാദുഹു സ്വഹീഹ്, കുറ്റം തീർന്ന സന്നദ്ധോടുകൂടി വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഉറപ്പാണ് ഇബ്നു അബ്ബാസിന്റെ കൗല് തന്നെയാണത്. പക്ഷെ ഷാരിഹിന് ആ കൗല് എവിടെയാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇബ്നു അബീ ഹാത്തിമിൽ അദ്ദേഹം തെരഞ്ഞപ്പോൾ കണ്ടിട്ടുള്ളത് ഖതാദയിൽ നിന്നാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും കിതാബിലുണ്ടാകും, അതും കൂടെ വെച്ചിട്ടായിരിക്കാം മുസന്നിഫ് റഹിമഹുല്ലാഹ് അത് ഇബ്നു അബ്ബാസിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. വഅനിൽ അഅ്മശ് പറഞ്ഞു യുദ്ഖിലൂന ഫീഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളിൽ അവർ കൂട്ടിച്ചേർക്കും. മാ ലൈസ മിൻഹാ, അല്ലാഹുവിന്റെ അസ്മാഉകളിൽ പെടാത്ത പേരുകൾ അവർ കൂട്ടിച്ചേർക്കും. ഇപ്പൊ നമ്മളെ മലയാളികൾ കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. തമ്പുരാൻ അതിൽപ്പെട്ടതാണ്. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഇല്ലത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാണ് തമ്പുരാന് തമ്പുരാറ്റി എന്ന് പറയാം. ഇപ്പൊ അത് അള്ളാഹ് ചേർത്ത് വിളിക്കുകയാണ്. അത് നമ്മളെങ്ങാണ്ടും പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരായിപ്പോയി. എന്താ ചെയ്യാ? അത് സുബൈരിസമാണ്. അങ്ങോട്ട് പറയും ആളുകൾ. അള്ളാഹ്ക്കുള്ള ഒരു പേരും നമുക്ക് കൂട്ടാൻ പറ്റൂല. അള്ളാന്റെ പേരുകൾ കൃത്യമായി അള്ളാഹ് തന്നെ വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമിലൂടെ സുന്നത്തിലൂടെയോ പഠിപ്പിച്ചതാണ്. അല്ലാത്തൊരു നാമം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റൂല. ആമച്ച് പറഞ്ഞു കേട്ടല്ലോ, യുൽഹിദൂൻ എന്ന് പറഞ്ഞാൽ, ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കില്ലാത്ത ഒരു പേര്, സൃഷ്ടികളുടെ വകയായിട്ടുള്ളൊരു പേര് അള്ളാഹുവിലേക്ക് ചേർത്താൽ അത് ശിർക്കാണ്. ബാബുൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ സിഫാത്തുകളുടെ വിഷയത്തിൽ നടത്തുന്ന ശിർക്കാണ്. ഇനി അള്ളാന്റെ ഒരു പേരെടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്താലോ, സൃഷ്ടികളിൽ ഒരാൾക്ക് കൊടുത്താലോ അതും ശിർക്കാണ്. അള്ളാന്റെ പേര് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ശിർക്കാണ്. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഗുണം, അല്ലാഹു അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യവും അറിയുന്നവനാണ് അള്ളാഹ്. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അല്ലാഹു അല്ലാമുൽ ഗുയൂബാണ് എന്ന്. എന്നാൽ അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യവും അറിയുന്നവൻ എന്ന വിശേഷണം ഒരാൾ ഏതെങ്കിലും ഒരു ഔലിയക്ക് ചേർത്ത് കൊടുത്തു എന്ന് വിചാരിക്കുക, നമ്പർത്തെ തന്നെ അങ്ങനെ തന്നെയാണ്. ഏത് സ്വകാര്യം അറിയും. ഞാനിവിടെ എന്റെ മനസ്സിൽ വിചാരിച്ച തങ്ങൾക്ക് നടക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ ഇത് കണ്ണുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു വഞ്ചന, കറ്റുനോട്ടം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന, രഹസ്യമാക്കി വെക്കുന്ന കാര്യം അതറിയുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ ആ കാര്യം തങ്ങൾക്കും അറിയുന്നു പറഞ്ഞാൽ അള്ളാഹ്ക്ക് അറിയുന്ന ഒരു സിഫത്ത്, അള്ളാഹിന്റെ ഒരു സിഫത്ത് എടുത്തിട്ട് തങ്ങൾക്ക് കൊടുക്കാണ്. അത് ശിർക്കാണ്. സിഫാത്തിൽ വലിക്കുന്ന ഒരു ശിർക്കാണ്. അതേപോലെ അള്ളാഹിന്റെ ഒരു പേരെടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്താൽ അസ്മാവിൽ വരുത്തുന്ന ഒരു ശിർക്കാണ്. മറ്റുള്ളവരുടെ ഒരു പേരെടുത്തിട്ട്, മഖ്ലൂഖുകളുടെ ഒരു പേരെടുത്തിട്ട് അള്ളാഹുവിലേക്ക് തമ്പുരാൻ തമ്പുരാട്ടി എന്ന് ചേർത്താൽ അത് അസ്മാവിൽ നടത്തുന്ന ഒരു ശിർക്കാണ്. അങ്ങനെ ഒരുപാട് കാരണകർത്താവ്, കുറെ കർത്താവൊക്കെ ക്രിസ്ത്യൻസിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്, തമ്പുരാനും തമ്പുരാട്ടി ഹിന്ദുക്കളുടെ അടുക്കൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് കിട്ടിപ്പോന്നിട്ടുണ്ട്. ഈ കിട്ടിപ്പോന്നതൊക്കെ അള്ളാഹുവിന്റെ പേരുകളിൽ നമ്മൾ വരവ് ചേർക്കുന്നു. ആ വരവ് ചേർക്കൽ യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഇല്ലാത്തത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൂട്ടിച്ചേർക്കയാകയാൽ അത് യുൽഹിദൂൻ, ഇൽഹാദിലെ ശിർക്കിൽപ്പെട്ടതാണ്. ഇൽഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ അതിൽ വന്നു. ഒന്ന് ശിർക്ക്, മറ്റൊന്ന് തഅ്തീൽ. അള്ളാഹുവിന്റെ അസ്മാകൾക്കും സിഫാത്തുകൾക്കും അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള മഅനയുണ്ട്. ആ മഅനയെ അസാധുവാക്കുന്ന തരം അതിനെ ദുർവ്യാഖ്യാനിച്ചാൽ, തഅ്തീൽ നടത്തിയാൽ, അത് തഅ്തീൽ ദുർവ്യാഖ്യാനിക്കണമെന്നില്ല, തഹ്ബീൽ നടത്തിയാലും മതി. അതിന്റെ മഅന നമുക്കറിയില്ല. അല്ലാഹു ആലം എന്ന് പറഞ്ഞു. അള്ളാഹ് സമീഅ് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ്, അത് നമുക്കറിയാം. എന്നാലും വേറൊരു വിഭാഗമുണ്ട്, അവർ പറയും സമീഅിന്റെ അർത്ഥം നമുക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അതിന്റെ മഅനയിൽ നിന്ന് അള്ളാഹനെ ഒഴിവാക്കുകയാണ്, തഅ്തീൽ നടത്തുകയാണ്. തഅ്തീൽ പറ്റില്ല. അതിന്റെ ഉള്ള മഅന നമ്മൾ സ്ഥിരപ്പെടുത്തുക തന്നെ വേണം. അതുപോലെ തന്നെ ചിലപ്പോൾ അതൊന്നുമല്ല, നേരെ പച്ചക്ക് ജഹ്മികളായ ആളുകൾ ചെയ്തതുപോലെ അള്ളാഹ്ക്ക് അള്ളാഹ് എന്നുള്ളൊരു പേരല്ലാതെ വേറെ ഒരു പേരുമില്ല, വേറെ ഒരു സിഫത്തും ഇല്ല, അള്ളാഹ്ക്ക് ഒന്നുമില്ല, ഇല്ല 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 എന്ന് മാത്രം പറയുന്നവരാണവർ.
അങ്ങനെയാണെങ്കിലും അത് തഅ്തീലാണ്, അത് നുക്റാനാണ്. അത് നുക്റാനാണ്. നുക്റാനിലൂടെ, നിഷേധത്തിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ ആശയം അസാധുവാക്കി തീർക്കുന്ന ഏതെങ്കിലും വക്രതകളിലൂടെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരുകളും സിഫത്തുകളും മറ്റുള്ളവർക്ക് നൽകുകയോ മറ്റുള്ളവരുടേത് അള്ളാഹുവിനേക്ക് ആരോപിക്കുകയോ ചെയ്യുന്ന ശിർക്കിലൂടെയോ ഈ മൂന്നിനവും ഒരുപോലെ ഇൽഹാദ് എന്നാണ് പറയാ. അപ്പൊ ഇൽഹാദിന്റെ ഹഖീഖത്ത് എന്താണ്? ഇനിമേൽ ആ വിഷയത്തിൽ സംശയം ഉണ്ടാകരുത്. വഹഖീഖത്തുൽ ഇൽഹാദി, ഇൽഹാദിന്റെ ഹഖീഖത്ത് അൽ മൈലു ഫീഹാ, അള്ളാഹുവിന്റെ അസ്മാഉകളിലും സിഫാത്തുകളിലും വക്രത കാണിക്കലാണ്. അള്ളാഹുവിന്റെ അസ്മാഇലും സിഫാത്തിലും വക്രത കാണിക്കുന്നതിന്റെ പേരാണ് എന്ത്? ഇൽഹാദ് എന്നുള്ളത്. അള്ളാഹുവിന്റെ അസ്മാഇലും സിഫാത്തിലും വക്രത കാണിക്കുന്നത് മൂന്ന് രൂപത്തിലാണ്. ഒന്നുകിൽ ബിൽ ഇശ്റാഖ്, ഒന്ന് ശിർക്കിലൂടെ, അല്ലെങ്കിൽ തഅ്തീലിലൂടെ, അല്ലെങ്കിൽ നുക്റാനിലൂടെ. ഷിർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഷിർക്ക് അള്ളാഹുന്റെ പേരോ അള്ളാഹുന്റെ സിഫത്തോ മറ്റൊരാൾക്ക് കൊടുത്താൽ ഷിർക്കായി. അല്ലെങ്കിൽ സൃഷ്ടികളുടേതായ പേരുകളോ സിഫത്തുകളോ അള്ളാഹ്ക്ക് ഇങ്ങോട്ട് ആരോപിച്ചാൽ അത് ഷിർക്കായി. തഅ്തീൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. എന്താ തഅ്തീൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ നാമങ്ങൾക്കോ സിഫത്തുകൾക്കോ അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള മഅന എന്താണോ ആ മഅന മാറ്റുക, ആ മഅന ഒഴിവാക്കുക. കയ്യ് എന്ന് പറഞ്ഞാൽ കയ്യെന്നല്ല, അത് സ്വാധീനം എന്നാണ് അല്ലെങ്കിൽ ഔദാര്യം എന്നാണ് അർത്ഥം എന്ന് പറയാം. അപ്പോ അള്ളാന്റെ കയ്യ്, അള്ളാഹ്ക്ക് കയ്യുണ്ട് എന്ന് പറഞ്ഞവർക്ക് കയ്യ് എന്നുള്ള അർത്ഥം മാറി. ഇങ്ങനെ തഅ്തീൽ നടത്തുന്നത് അതും ഇൽഹാദാണ്. ഇനി അതല്ല, അത്തരം കാര്യങ്ങളെ പച്ചയ്ക്ക് നിഷേധിച്ചാൽ അതും ഇൽഹാദ് തന്നെയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇൽഹാദ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഉൾപ്പെടുന്നു. ഒന്ന് അൽ ഇശ്റാഖ്, രണ്ടാമത്തേത് അത്തഅ്തീൽ, മൂന്നാമത്തേത് അൻ-നുക്റാൻ. അസ്മാഉ സിഫാത്തുകളിൽ ഈ മൂന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഒരാൾ വരുത്തുന്ന ഏതൊരു കൃത്രിമത്വത്തിനുമാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. പലപ്പോഴും അത് ശിർക്കായിരിക്കും, ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും അത് ശിർക്കായിരിക്കും. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസിൽ നിന്നും ഖതാദയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മുഫസ്സിറുകളിൽ നിന്നും യുൽഹിദൂന ഫി അസ്മാഇഹി എന്ന് പറയുമ്പോൾ ഐ യുശ്രികൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ശാരിഹായ ഫത്ഹുൽ മജീദിന്റെ ഗ്രന്ഥകർത്താവ് ഷാരിഹ് പറഞ്ഞതുപോലെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള പരാമർശം അത് ശരിയായിരിക്കാം. പക്ഷേ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ആ കാര്യം കുറ്റമറ്റ സനദിലൂടെ ഖത്താദയിൽ നിന്ന് റിവായത്ത് ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോ ജാഹിലിയ്യ കാലത്ത് അവർ ചെയ്തിട്ടുള്ള ഷിർക്കിന്റെയും ഇൽഹാദിന്റെയും ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. എന്ത്? ലാത്തൊക്കെ അവർ ലാത്ത് എന്ന പേര് കൊടുത്തത് എങ്ങനെ? ഇലാഹ്, അൽ ഇലാഹ് വഹുവൽ ഇലാഹ്, അല്ലാഹുവാണ് അൽ ഇലാഹ്. ആ ഇലാഹിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അല്ലാഹ്, അള്ളാഹുടെ പേരിൽ ചെറിയ ഭേദഗതി വരുത്തിയിട്ട് വേറൊന്നും കൊടുത്തു. വേറൊരു ബിംബത്തിന് ഉസ്സ എന്ന് പേര് കൊടുത്തു. ഉസ്സ എന്ന പേരോ അസീസ്, അള്ളാഹു അസീസാണ്. അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമമായിട്ടുള്ള അസീസിൽ ചെറിയ ഭേദഗതി വരുത്തിയിട്ട് ഉസ്സ എന്നാക്കിയിട്ട് വിഗ്രഹത്തിന് കൊടുത്തു. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുകൾ മറ്റു വിഗ്രഹങ്ങൾക്ക്, ദേവന്മാർക്ക് അല്ലെങ്കിൽ ദേവതകൾക്ക് നിശ്ചയിച്ചു കൊടുത്താൽ അത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വരുത്തുന്ന ശിർക്കും ഇൽഹാദുമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ വരുത്തിയിട്ടുള്ള ശിർക്കാണ്, ആ ശിർക്ക് ഇൽഹാദാകുന്നു. ഇനി അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങോട്ട് ചേർത്താലും അത് ശിർക്കിൽ തന്നെയാണ് പെടുക എന്ന് അഅ്മശും പറഞ്ഞു. ഇമാം അഅ്മശ് പറഞ്ഞു യുദ്ഖിലൂന ഫീഹാ മാ ലൈസ മിൻഹാ. അള്ളാഹുവിൽ അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആയത്തിലോ ഹദീസിലോ വന്നിട്ടുള്ളതല്ലാത്ത പേരുകൾ അള്ളാഹുവിന്റെ പേരിന്റെ കൂട്ടത്തിൽ നമ്മൾ വരവ് ചേർത്താൽ, അതിലേക്ക് നമ്മൾ പ്രവേശിപ്പിച്ചാൽ അതും എന്ത് തന്നെയാണ്? യുൽഹിദൂൻ എന്നതിന്റെ പരിധിയിലാണ് പെടുന്നത്. ഈ അള്ളാഹിന്റെ നാമങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ നാമം വഹയിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്ന് സ്വീകരിക്കാൻ പറ്റില്ല. അസ്മാഉല്ലാഹ് വസിഫാതുഹു തൗഖീഫിയ്യത്തുൻ, ഇതാണ് അസ്ൽ. അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളാകട്ടെ ഉന്നതമായ ഗുണവിശേഷങ്ങളാകട്ടെ അത് തൗഖീഫിയ്യത്താണ്. എന്റെ തൗഖീഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു പങ്കുമില്ലാത്ത വിഷയമാണ്. എന്താണോ വഹയിലൂടെ കിട്ടിയത് അത് അപ്പടി സ്വീകരിക്കേണ്ടതാണ്. നമുക്ക് ചെറിയ ഭേദഗതി വരുത്തിയിട്ട് ചെറിയ ഒന്ന് രണ്ട് പേരുകൾ നമ്മുടെ വക ഉണ്ടാക്കുക. ഈ മൂലകങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ കുറെ പ്രകൃതിയിൽ നിന്ന് കിട്ടും. അപ്പൊ സയന്റിസ്റ്റുകളുടെ വക അവര് സിന്തറ്റിക് ആയിട്ട് വേറെ കുറച്ച് മൂലകങ്ങൾ ഉണ്ടാക്കും. എന്ന മാതിരി ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയല്ല ഇത്. ഇത് മറിച്ച് തൗഖീഫിയ്യത്താണ്. അതിനാൽ എന്താണോ അള്ളാഹ് പറഞ്ഞത് ആ പറഞ്ഞിടത്ത് നിൽക്കണം. എന്താണോ വഹയിലൂടെ നമുക്ക് ലഭിച്ചത് അത് അതേപടി അമിർ റൂഹ കമാ ജാഅത്, ഇതാണ് അതിൻ്റെത്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ
പല രൂപത്തിലുള്ള നാമങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമായിട്ടുള്ള അള്ളാഹ് എന്ന പേരുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പേരാണ് അള്ളാഹുവിന്റെ അല്ലാത്തുൽ അലിയ, അള്ളാഹുവിന്റെ സമുന്നതമായ ആ സത്തക്ക് നൽകുന്ന അടിസ്ഥാന നാമം അതാണ്. ആ പേര് പറഞ്ഞാൽ കിട്ടുന്ന ഐശ്വര്യം മറ്റൊന്നിനും ലഭിക്കില്ല. ആ പേര് പറഞ്ഞാൽ നമുക്കൊരുപാട് തൗഫീഖുകൾ വരും, അറ്റമില്ലാത്ത തൗഫീഖുകൾ. നമുക്ക് അറ്റമില്ലാത്ത ഇസ്മ, ഒരുപാട് കാവലുകൾ അതുകൊണ്ട് നമുക്ക് കിട്ടും. ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഈ കീഴ്ലോകത്തോ ഉപരിലോകത്തോ ഉള്ള ഒന്നും ആ നാമം ഉച്ചരിക്കുമ്പോൾ, ആ നാമം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ, ആ നാമം നിങ്ങൾ ശരിയായ രൂപത്തിൽ അതിനെ നിങ്ങൾ ഉച്ചരിക്കുന്നുവെങ്കിൽ, ആ ദിക്ർ നിങ്ങളുടെ നാവിലുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ, ആകാശത്തിലുള്ള ഒന്നും ഭൂമിയിലുള്ള ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പേരാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം. അല്ലാഹുവിന്റെ അൽ അഅ്ളം എന്ന് പറയുന്ന ഇസ്മ, ഏറ്റവും മഹത്തായ നാമം. അത് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലായി വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന് സൂറത്തു ആലു ഇമ്രാനിന്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന് സൂറത്തു ത്വാഹയിൽ വന്നിട്ടുണ്ട്. അതെന്താണ്? അൽ ഹയ്യുൽ ഖയ്യൂം. ആ 2 പേരൂടി കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ് അൽ ഹയ്യുൽ ഖയ്യൂം. ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് അതാണ്. ആ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസമുണ്ടാകുമ്പോൾ അവിടുത്തെ ദുആയിൽ ഈ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ദുആ ചെയ്യാറുള്ളത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത അയ്ൻ. ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവനെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ മുഴു കാര്യവും റബ്ബേ നീ നന്നാക്കി തീർക്കണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത അയ്ൻ, എന്നെ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത്. എന്റെ കാര്യം റബ്ബേ നീ ഏൽക്കണം, നീ കാര്യങ്ങൾ എനിക്ക് ശരിയാക്കി തരണം. ഇങ്ങനെ പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ അല്ലാഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുമ്പോഴൊക്കെ ഒന്നുകിൽ ഈ കാര്യം പറയും, യാ ഹയ്യ് യാ ഖയ്യൂം ഇസ്മുല്ലാഹിൽ അഅ്ളം കൊണ്ട് ദുആ ചെയ്യും. അല്ലെങ്കിൽ യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം ഇത് പറഞ്ഞുകൊണ്ട്. കാരണം അതിന്റെ പ്രത്യേകമായി കൽപ്പന വന്നിട്ടുള്ളതാണ്. അജിൽനു ബിയാ ദൽ ജലാലി വൽ ഇക്റാം, നിങ്ങളുടെ ദുആകളിൽ ഇൽഹാഹ് ചെയ്യണം. അജിൽനു ലല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ലസിമഹു ഫലം യുഫാരിഖുഹു എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു കാര്യം വിടാതെ കൂടണം, എപ്പോഴും വേണം. അദിന്നു ഐ അരിഹു, നിങ്ങൾ ഈ പറയുന്ന കാര്യം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യണം, അള്ളാഹുവിനോട് നിർബന്ധിച്ച് ചോദിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് എന്താണ്? യാ ദൽ ജലാലി വൽ ഇക്റാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലും അതുപോലെ തന്നെ ഖുനൂത്തിലും ഒക്കെ തന്നെ ദുആ നടത്തുമ്പോൾ ആ ദുആയുടെ അവസാനങ്ങളിൽ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർബന്ധിച്ച് ചോദിക്കുകയാണ്. അൽ അസ്മു ഫിൽ മസ്അല, ചോദിക്കുന്ന കാര്യത്തിൽ നിർബന്ധിച്ചിട്ട് അള്ളാഹുവോട് ചോദിക്കുകയാണ്, റബ്ബേ അതെനിക്ക് തരണം, റബ്ബേ എനിക്കത് തരാതിരിക്കരുത്, യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതാണ് രീതി. അതുകൊണ്ട് തന്നെ ഇസ്മുല്ലാഹ് ആദ്യം അള്ളാഹ് എന്നുള്ള നാമം, പിന്നെ ഇസ്മുല്ലാഹിൽ അഅ്ളം വന്നു, പിന്നെ അതിന് ശേഷം അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിയതൻ ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന വഹുവ വിത്ർ യുഹിബ്ബുൽ വിത്ർ അഖ്റജാഹു ഫിസ്സഹീഹൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് 99 പേരുകളുണ്ട്, ഉത്കൃഷ്ടമായ നാമങ്ങൾ. 100ന് 1 കുറവ്. ആരാണോ ആ 100 പേരുകൾ ഇഹ്സാ ചെയ്യുന്നത്, ദഖലൽ ജന്ന, ഉറപ്പാണവൻ സ്വർഗത്തിൽ പ്രവേശിച്ചതു തന്നെ. വഹുവ വിത്ർ യുഹിബ്ബുൽ വിത്ർ, അല്ലാഹു ഒരുവനാണ്, അവൻ ഒറ്റ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. 100 പേരുകളേ ഉള്ളൂ എന്നതിൽ നിന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. 99 പേരേ ഉള്ളൂ എന്നാരും തെറ്റിദ്ധരിക്കരുത്. അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നും എവിടെ പറഞ്ഞാലും
ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഇല്ല എന്ന് അറബിയിൽ അർത്ഥമേ ഇല്ല. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ഇബ്രാഹിം ഖാന്റെ സഹീഹ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിരവധി അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം ഈ കാര്യത്തിലുള്ള തെളിവുകൾ ഇങ്ങനെ നിർത്തുന്നത് കാണും. ഇതിനുള്ള തെളിവുകൾ നിർത്തുന്നത് കാണും. ഏത് വിഷയത്തിൽ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ട് എന്നല്ലാതെ അതിലപ്പുറം ഇല്ല എന്നതിന്റെ അർത്ഥമില്ല. അതിലപ്പുറം ഉണ്ടാവും. ഇവിടെ 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 99 നാമങ്ങളെ ഉള്ളൂ എന്ന് വ്യക്തി കരുതരുത്. 99 നാമങ്ങളുണ്ട്, അതിന്റെ വിധി ഒന്നും. വേറെ നാമങ്ങൾ ഇല്ല എന്നല്ല, വേറെ നാമങ്ങളുണ്ട്, അതിന്റെ വിധി വേറൊന്നുമാണ്. ഈ 99 നാമങ്ങളുടെ വിധി അതൊരാൾ ഇഹ്സാ നടത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു തന്നെ. എങ്ങനെ ഇഹ്സാ നടത്തേണ്ടത്? ആ 99 നാമങ്ങളെ എങ്ങനെയാണ് ഇഹ്സാ നടത്തേണ്ടത്? ഒന്ന്, ആ 99 പേരുകളും അതേ വാക്കിൽ നമ്മൾ മനഃപ്പാടമാക്കണം. ഏതുപോലെ അർ-റഹീം വൽ മലിക് വൽ ഖുദ്ദൂസ് വസ്സലാം വൽ മുഅ്മിൻ വൽ മുഹൈമിൻ, അതിനൊക്കെ പരിഭാഷപ്പെടുത്തി പറഞ്ഞാൽ പറ്റുമോ? പരിഭാഷപ്പെടുത്തി പറഞ്ഞാൽ പറ്റില്ല. ഏതാണ്ട് അതേ അർത്ഥത്തിലുള്ള മറ്റു വാക്കുകൾ അതിന്റെ അടുത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ നിൽക്കുന്ന സമാനമായ മറ്റേതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചാൽ പറ്റുമോ? അറബി ഭാഷയിൽ തന്നെ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്. അതുകൊണ്ട് അലീം എന്നതിന് പകരം അല്ലാഹു ദാരി, അവൻ അറിയുന്നവനാണ്. നമ്മൾ ദാരി എന്ന് പ്രയോഗിച്ചാൽ പറ്റുമോ? പറ്റില്ല. അറബി ഭാഷയിൽ തന്നെ അതിന്റെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു പദം ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണോ ആയത്തിൽ വന്നത്, എന്താണോ ഹദീസിൽ വന്നത് അള്ളാഹുവിന്റെ പേരായിട്ട്, ആ പേരുകൾ 99 നാമങ്ങൾ പറഞ്ഞല്ലോ, ആ നാമങ്ങൾ അതേ വാക്കുകളിൽ മനഃപ്പാടമാക്കണം. പിന്നെ ആ വാക്കുകൾ ഇങ്ങനെ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരുപാട് വയസ്സന്മാര്, ഒരുപാട് വയസ്സത്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പത്തെ പുതിയ തലമുറയിലുള്ള ആളുകൾക്കൊന്നും അത് നാവിന് കിട്ടൂല. എന്റെ ഉമ്മയൊക്കെ മാലിമസ്കരിച്ചിരുന്നിട്ട് ഈ അസ്മാഉൽ ഹുസ്നയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഉമ്മ എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ കുറച്ചൊക്കെ വാക്കുകളുടെ കഴിഞ്ഞ ചില ഇസ്മുകളുടെ ഒക്കെ അർത്ഥം വാപ്പ പറഞ്ഞു കൊടുത്തത് ഉമ്മാന്റെ മനസ്സിലുണ്ട്, എന്താ മുഴുവൻ കിട്ടൂല. ഇങ്ങനെ വെറും മനഃപ്പാടമാക്കിയാൽ മതിയോ? അതുകൊണ്ട് ഇഹ്സാ പൂർണ്ണമാകുമോ? പൂർണ്ണമാകില്ല. ഇഹ്സാ പൂർണ്ണമാകണമെങ്കിൽ ഒന്ന് ഹിഫ്ളുഹാ, രണ്ടാമത്തേത് അതിന്റെ മഅന ശരിക്ക് തഹഖീഖ് ചെയ്യണം. അതിന്റെ മഅന എന്താണോ, ഓരോ പേരിലുമുള്ള മഅന എന്താണോ അത് ശരിക്ക് തഹഖീഖ് ചെയ്യണം. ഉദാഹരണമായി അല്ലാഹു അസീസാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇസ്സത്തിന്റെ ഉടമയാണ്. അസീസ് എന്നുള്ളത് അവന്റെ പേരും ഇസ്സത്ത് എന്ന് പറയുന്നത് അവനുള്ളതുമാണ്. അല്ലാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ ഗഫൂർ എന്നുള്ളത് അവന്റെ പേരാണ്. എല്ലാവർക്കും അവർ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊടുക്കുന്നവനാണ്. യഥേഷ്ടം തെറ്റുകൾ പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു. റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് റഹ്മാൻ എന്നുള്ളത് അല്ലാഹുവിന്റെ പേരാകുമ്പോൾ തന്നെ അതിൽ റഹ്മ എന്ന് പറയുന്ന ഗുണവിശേഷമുണ്ട്. അല്ലാഹ് റഹ്മത്തുള്ളവനാണ്. എന്താണ് റഹ്മത്ത്? ഇങ്ങനെ ഇതിന്റെ മഅന ശരിക്ക് തഹഖീഖ് നടത്തലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വൽ അമലു ബിമുഖ്തദാഹാ, ആ മഅനയുടെ താല്പര്യമനുസരിച്ച് അമല് ചെയ്യണം. അല്ലാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ ആ ലഫ്ള് മനഃപ്പാടമാക്കുന്നു. ആ ലഫ്ള് മനഃപ്പാടമാക്കിയതിന് ശേഷം അതിന്റെ മഅന ശരിക്ക് തഹഖീഖ് ചെയ്യുന്നു. അതിനാൽ അല്ലാഹു ഗഫൂറ എന്ന് പറഞ്ഞാൽ അല്ലാഹുവോട് നമ്മുടെ അടുക്കൽ എന്ത് തെറ്റ് സംഭവിച്ചാലും ഉടനെ തന്നെ അത് പുറത്തു തരാൻ വേണ്ടിയിട്ട് യാ ഗഫൂർ ഗഫിർലി, ഗഫൂറായവനെ അല്ലാഹുവേ എന്നോട് നീ പുറത്തു തരണമേ എന്ന് ദുആ ചെയ്യലാണ് അതിന്റെ മുഖത്തുള്ള അനുസരിച്ചിട്ട് അമല് ചെയ്യൽ. ആദ്യം അള്ളാഹ് ഒന്നും പൊറുക്കാത്തവനാണ് എന്നല്ല, അള്ളാഹ് എല്ലാം പൊറുക്കുന്നവനാണ് എന്ന് അള്ളാഹിനെ കുറിച്ച് ആ പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. മനസ്സിലാ വിശ്വാസം ഉറപ്പിക്കണം. അള്ളാഹു ഗഫൂറാണ്. പിന്നെ ആ വാക്ക് അല്ലാഹു ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ചും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ് എന്ന് മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നു. ആ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ പേര് ഗഫൂർ എന്നുള്ളത് പറയുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് അതിനുവേണ്ടി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയത്, അറിഞ്ഞുകൊണ്ട് സംഭവിച്ചത്, അറിയാതെ സംഭവിച്ചത്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്, ഇനി ഭാവിയിൽ സംഭവിച്ചേക്കാവുന്നത്, അതൊക്കെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് അള്ളാഹ് ദുആക്ക് ഇജാബത്ത് നൽകാൻ സാധ്യതയുള്ള സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അത് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കലുമാണ്. ഇങ്ങനെ അതിന്റെ മഅനയനുസരിച്ച്, മഅനയുടെ മുഖത്തുമനുസരിച്ച് അമല് ചെയ്യുകയും ചെയ്യുക. ഈ 99 നാമങ്ങളും പേര് പഠിച്ചു,
അവയുടെ മഅന തഹ്ഖീഖ് ചെയ്തു, അതിന്റെ മുഖത്തവയനുസരിച്ച് അമൽ ചെയ്തുവെങ്കിൽ ദഖലൽ ജന്ന, സംശയം വേണ്ട, മതി, അവൻ അല്ലാഹുവിനെ അറിഞ്ഞവനാണ്. ആ 99 നാമം കൊണ്ട് അള്ളാഹുവിനെ അവൻ അറിഞ്ഞവനാണ്. മാത്രമല്ല അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹുഖൂഖുകൾ ആ 99 നാമങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഹുഖൂഖുകൾ അവൻ വീട്ടിയവനാണ്. അവൻ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചത് തന്നെ. എന്നിട്ട് പറഞ്ഞു വഹുവ വിത്ർ യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു ഒരുവനാണ്, അവൻ ഒറ്റ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഇതിന് ശേഷം പിന്നീട് ഇമാം തുർമുദിയുടെ റിവായത്തിൽ ഈ 99 നാമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സെർദ്, ഒരു ഒന്നിച്ചുള്ള ഒരു നീട്ടിയ വിശദീകരണം ഉണ്ട്. അതിങ്ങനെയാണ്: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العادل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الاحد الفرد الصمد القادر المقتدر المقدم المؤخر الاول الاخر الظاهر الباطن الواري المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والاكرام المقسط الجامع الغني المغني المعطي المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور. ഇത്രയും പേരുകൾ ഇമാം തുർമുദി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജയിലും സമാനമായിട്ടുള്ള റിവായത്തുണ്ട്. ഇതാണോ 99 നാമങ്ങൾ? ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ പറഞ്ഞല്ലോ അള്ളാഹ്ക്ക് 99 ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, 100ന് 1 കുറവ്. ആരെങ്കിലും അത് നേരത്തെ നാം പറഞ്ഞ പ്രകാരം ഇഹ്സാൻ ചെയ്തുവോ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള 99 നാമങ്ങൾ ഇതുതന്നെയാണോ? എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ച് തിർമിദി തന്നെ പറഞ്ഞത് ഹദീസ് ഗരീബ്. ഈ ഹദീസ് ഗരീബായ ഹദീസാണ്. തിർമിദി ഹദീസ് ഗരീബ് എന്ന് പറഞ്ഞാൽ നല്ല സൂചനയല്ല, അത് കുറ്റം തീർന്നതാണ് എന്നല്ല അതിന്റെ ധ്വനി. وقد روي من غير وجه عن ابي هريره ولا نعلم في كثير من الروايات ذكر الاسماء الا في هذا الحديث. ഇത് അബൂ ഹുറൈറ അല്ലാത്ത മറ്റ് സഹാബിമാരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. പക്ഷേ 99 നാമങ്ങൾ ഇതേ പ്രകാരം എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് ഈ ഒരൊറ്റ വജിഹിലൂടെ മാത്രമേ നമുക്കറിയുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഗരീബ് എന്ന് തിർമിദി തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ഹദീസിന്റെ സനദ് പരിശോധിച്ച് നോക്കിയാൽ വല്ലദി അവ്വല അലൈഹി ജമാഅത്തുൻ മിനൽ ഹുഫാദ്, ഹുഫാദുകളായിട്ടുള്ള മുഹദ്ദിസുകളായിട്ടുള്ള പണ്ഡിതന്മാർ അവർ ഇത് പരിശോധന നടത്തിയിട്ട് അവസാനം അവരെത്തിപ്പെട്ടിട്ടുള്ള തീരുമാനം അന്ന സറദൽ അസ്മാഇ ഫി ഹാദൽ ഹദീസ് മുദ്റജുൻ ഫീ, ഈ ഹദീസിൽ 99 നാമങ്ങൾ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലായിട്ടല്ല, പിന്നീട് റാവിമാരായ ആളുകൾ അവര് ഖുർആനിൽ നിന്നോ അതുപോലെ തന്നെ ഹദീസിൽ നിന്നോ അവർ മനസ്സിലാക്കിയിട്ടുള്ള ഈ 99 ഉൾപ്പെടുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അവര് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിട്ട് വന്നതല്ല. ഇത് മുദ്റജാണ്. മുദ്റജ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വാക്ക് നിർത്തിയിട്ട് അതിന് ശേഷം റസൂലുള്ളാഹിന്റെ അല്ലാത്ത മറ്റൊരു വാക്ക് അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് മുദ്റജ്. ഒരു ഉദാഹരണം പറയാം. ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ, എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ വരുന്നത് ഗുർറൻ മുഹജ്ജലീൻ, അവരുടെ മുഖം, അതുപോലെ തന്നെ അവരുടെ അപ്പർ ലിംസ്, കൈകള്, അതുപോലെ തന്നെ അവരുടെ കാലുകള്, ഇതെല്ലാം തന്നെ ശരിക്ക് വെളുത്ത് ശോഭിക്കുന്ന അവസ്ഥയിലാണ് അവർ വരിക. ഇത് പറഞ്ഞതിന് ശേഷം അതിൽ കാണാം അതിനാൽ ആർക്കാണ് ഉറത്ത് നീട്ടിക്കഴുകാൻ സാധിക്കുന്നത് അവർ കുറച്ചുകൂടി കയറ്റി നീട്ടിക്കഴുകിക്കൊള്ളട്ടെ. ഈ വാക്ക് അതിനെ സംബന്ധിച്ച് മുഹദ്ദിസുകളായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞു അത് മുദ്റജ് ബിൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു.
അത് റസൂലുള്ളാഹിന്റെ വാക്കല്ല. അത്രയും പറഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ അതിലേക്ക് ചേർത്തതാണ്. ഇങ്ങനെ വേറെയും ചില സന്ദർഭങ്ങളിൽ കാണും. അത് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള ആ സിയാഖിൽ നിന്ന് മുഹദ്ദിസുകളായ ആളുകൾ അത് കണ്ടെത്തുകയും അത്തരം കാര്യങ്ങൾ അവർ വേർതിരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ റാവിമാര് തന്നെ പറയാറുണ്ട്, ഇബ്നു മസ്ഊദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പറഞ്ഞു, ഇത് ഇത്ര ഞാൻ ഇങ്ങോട്ട്, അതിന് അനുകൂലമായിട്ടുള്ള പൂർത്തീകരണമായിട്ടുള്ള ഈ വാചകം ഞാനാണ് പറഞ്ഞത്, അങ്ങനെ തന്നെ പറയും. അപ്പോ ഇപ്രകാരം അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഇത് റാവിമാരിൽ ആരാണ് ഈ വാക്കുകൾ ഉണ്ടാക്കിയത്? ഈ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഹദീസ് വിജ്ഞാനികൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള, വളരെയധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, അതിന്റെ ആയുസ്സുകൾ നമ്മൾ അങ്ങോട്ട് അതിന് സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ഹദീസ് വിജ്ഞാനം ശരിക്കും പോകുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു സഹസ്രാബ്ദത്തിലൊക്കെ ആയിരിക്കും ഒരു മഹാനായ മുഹദ്ദിസ് നമുക്കുണ്ടാവുക. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമമായി നിൽക്കാവുന്ന മറ്റൊരു ഹാഫിദ് പിന്നീട് വന്നതാരാ? അല്ലാമത്തുൽ അൽബാനി. എത്ര കാലം കഴിഞ്ഞു? ഇങ്ങനെയാണ് സ്ഥിതി. കാരണം അത് ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 3 ദിവസം സദസ്സിൽ വന്നിരിക്കുക, അറബിയിൽ 2 വാചകം പറയുന്നതോടുകൂടി ഞാൻ ഹാഫിളാണ്, ഞാൻ ആലിമാന്ന് പറഞ്ഞാൽ നടന്നാൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ആയുസ് കൊടുക്കണം, ആയുസ് കൊടുക്കണം. ഒരു പുരുഷായുസ് കൊണ്ടൊന്നും അത് പലതും എത്തൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ട് ഫിത്ഹ് കൊടുക്കണം. ആ ഫിത്ഹിന്റെ കൂടെ അയാൾ അതിന്റെ എന്ത് ചെയ്യണം? അയാളുടെ ആയുസ്സാണ് ചിലവഴിക്കണം. അല്ലാമത്തുൽ അൽബാനി ഡമസ്കസിൽ ഉണ്ടായിരുന്ന മക്തബത്തുൽ ലാഹിരിയയിൽ പുസ്തകം കിട്ടാൻ വേണ്ടിയിട്ട് കോണിമ കയറും. കോണിന് കയറും. കാരണം മോളത്തെ തട്ടിലാവുമ്പോൾ ആ 4-5 സ്റ്റെപ്പ് കയറിയിട്ട് ആ കോണിമെന്നൊരു പുസ്തകം എടുത്തിട്ട് വായിച്ചിട്ട് അങ്ങനെ വായിച്ചാൽ പിന്നെ സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് നേരെ പുലർന്നല്ലോ എന്നറിയാം. അറിയില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നോക്കാം. കാരണം അത്ര കോംപ്ലിക്കേഷൻ ഉള്ള ഒരു വിഷയമാണ്. ഏതാണെങ്കിലും ശരി, അഹ്ലുൽ ഹദീസിൽ നിന്ന് ഹുഫാദുകളായ ആളുകൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഹാദിഹിൽ സിയാദ മുദറജാണ് എന്ന് പറഞ്ഞ ഈ 99 പേരുകൾ അതിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ള ആ ഭാഗം, ആ സിയാദത്ത് ജമഅഹു അൽ വലീദ് ഇബ്നു മുസ്ലിം. വലീദ് ഇബ്നു മുസ്ലിം എന്ന് പറയുന്ന റാവി അദ്ദേഹമാണ് അത് ക്രോഡീകരിച്ചത്. അൻ ശുയൂഖിഹി മിൻ അഹ്ലിൽ ഹദീസ്, അഹ്ലുൽ ഹദീസിൽപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ശുയൂഖുകളിൽ നിന്ന്. അവർക്ക് എവിടുന്നാ കിട്ടിയത്? അവർ ഖുർആനിന്റെ ആയത്തിൽ വന്നത്, അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ളത്, ഖുർആനിന്റെ ആയത്തുകളിലും അതുപോലെ തന്നെ ഹദീസുകളിലും വന്നിട്ടുള്ള അസ്മാകളിൽ നിന്ന്, ആയത്തുകളിലും ഹദീസിലും വന്നിട്ടുള്ള അള്ളാന്റെ അസ്മാകൾ. അഹ്ലുൽ ഹദീസിൽപ്പെട്ട പണ്ഡിതന്മാർ ഇത് അള്ളാന്റെ ഇസ്മാണ്, ഇതാ 99 ഇസ്മുകളിൽ ഉൾപ്പെടുന്ന ഇസ്മാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത്തരം ഇസ്മുകളെല്ലാം വലീദ് ഇബ്നു മുസ്ലിം അദ്ദേഹം എന്ത് ചെയ്തു? ക്രോഡീകരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ആ 99 നാമമാകാവുന്നത് ഇതാണ് എന്ന അർത്ഥത്തിൽ അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യം ഇബ്നു തൈമിയ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യം ഇമാദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിൽ അല്ലാമ ഇബ്നു കസീർ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഞാനങ്ങോട്ട് വെറുതെ പറഞ്ഞല്ല, ഇപ്പറഞ്ഞത് എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഹദീസിന്റെ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞ അവസാനത്തെ വാക്കാണ്. അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ പോലും, ഇപ്പൊ ഇബ്നു തൈമിയ്യ പറ്റാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാകും. അവർക്ക് ആരെ ഇബ്നു തൈമിയ്യ എന്ന് അറിയില്ല, ഒന്ന് ചരിത്രം വായിക്കാൻ വേണ്ടി പറയാം. ഇബ്നു തൈമിയ്യയുടെ എതിരാളികൾ പറയും ഇബ്നു തൈമിയ്യയെ കുറിച്ചിട്ട് എന്തെന്നറിയാം? കുല്ലു ഹദീസ് ലാ യഅരിഫുഹു ഇബ്നു തൈമിയ്യ ലൈസ ബിഹദീസ്. ഇബ്നു തൈമിയ്യക്ക് അറിയാത്തൊരു ഹദീസ് ഹദീസല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസിന്റെ അത് ഇബ്നു തൈമിയ്യ കണ്ടിട്ടുണ്ട്, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടാത്ത, അദ്ദേഹത്തിന്റെ പഠനത്തിന് വിധേയമാകാത്ത ഒരു ഹദീസില്ല. അത്രയും അത്യഗാധമായ പാണ്ഡിത്യം ഹദീസിലുണ്ടായിരുന്ന വ്യക്തിയാണ് അല്ലാമ ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ഇബ്നു തൈമിയ്യ അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി വറളിയ അൻഹു. ആ ഇബ്നു തൈമിയ്യയും അതുപോലെ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅന്റെ ഔദ്യോഗിക ഖുർആൻ വ്യാഖ്യാതാവെന്നൊക്കെ പറയാം. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ് പേര് ഇബ്നു കസീർ. ആ ഇബ്നു കസീർ പറഞ്ഞു, ഈ പേരുകൾ അത് റസൂലുള്ള പറഞ്ഞതല്ല, അത് പിന്നീട് റാബിമാര് അവര്
ക്രോഡീകരിച്ച് അവർ ജമ ചെയ്ത് ശേഖരിച്ച് ക്രോഡീകരിച്ചതിലേക്ക് ഇദ്റാജായി ചേർത്തതാണ്. അത് ഇദ്റാജായി ചേർത്തിട്ടുള്ള ആള് അൽ വലീദ് ഇബ്നു മുസ്ലിം. അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുള്ളത് മിൻ ശുയൂഖിഹി മിൻ അഹ്ലിൽ ഹദീസ്, അഹ്ലുൽ ഹദീസിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ശുയൂഖ്മാരിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്. അവർക്കത് കിട്ടിയത് ഖുർആനിന്റെ ആയത്തിലും ഹദീസിലും വന്നിട്ടുള്ളിടത്തു നിന്നാണ് അവർ ആ കാര്യങ്ങൾ പറഞ്ഞത്. ഏതാണ്ട് ഈ 99 നാമങ്ങളിൽ ഇവ ഉൾപ്പെടാം എന്നല്ലാതെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ് എന്ന് തീർത്തു പറയാൻ പറ്റില്ല. കാരണം ഇബ്നു ഹസ്ം മുഹല്ലയിലും അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, ലം യരിദ് ഫീ തഅയീനിഹാ ഹദീസുൻ സ്വഹീഹുൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 99 നാമങ്ങൾ ഇന്നതൊക്കെയാണെന്ന് നിർണയിച്ച് പറയുന്ന സ്വഹീഹായ റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. എന്നാ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള അത് മുദറജാണ്. അത് ഇദ്റാജായ നിലക്ക് ശേഖരിച്ച് ക്രോഡീകരിച്ച് ഇതിലേക്ക് ചേർത്തത് വലീദ് ഇബ്നു മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ശുയൂഖുകളിൽ നിന്നാണ് അത് എടുത്തത്. ആ ശുയൂഖുകൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്നുമാണ്. ഏതാണെങ്കിലും ശരി, ഇങ്ങനെ 99 നാമങ്ങൾ. ആ നാമങ്ങളുടെ ഹുക്മ് പറഞ്ഞു, വേറെ നാമമില്ല എന്നല്ല. ആ നാമങ്ങളുടെ ഹുക്മ് എന്താണ്? മൻ ഹസാഹ ദഖലൽ ജന്ന. അതിനൊരാൾ ഹിസായ് ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. എങ്ങനെ ഹിസായ് ചെയ്യേണ്ടത്? അതിന്റെ ലഫ്ള് മനപ്പാടാക്കണം, അതിന്റെ മാന തഹ്ഖീഖ് ചെയ്യണം, അതിന്റെ മാനയുടെ മുഖത്തോട് അനുസരിച്ച് അതിന്റെ താല്പര്യമനുസരിച്ച് അമല് ചെയ്യണം. എങ്കിൽ അയാൾ സ്വർഗത്തിൽ പോയി. ഇനി അതിന് പുറമെ വേറെയും നാമങ്ങളുണ്ട് എന്നത്, അത് ഹദീസുൽ ഗംമി വൽ ഹം. ഒരു മനുഷ്യന് വിഷമങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ, മനോവിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹദീസിൽ, പ്രസിദ്ധമായ ഹദീസിൽ വേറെയും പേരുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു അടിമയ്ക്ക്, ഒരു മനുഷ്യന് വിഷമമോ ക്ലേശമോ ബാധിച്ചു എങ്കിൽ അയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിയാനാണ്. ഇബ്നു അബ്ദിക്, നിന്റെ അടിയാന്റെ മകനായിട്ടുള്ളവനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിയാത്തിയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂർധാവ് റബ്ബേ നിന്റെ കയ്യിലാണ്. മാളിൻ ഫിയ ഹുക്മുക്, എന്റെ വിഷയത്തിൽ നിന്റെ വിധി എന്താണോ അത് തീർത്തും നടപ്പിലാകുന്നതാണ്. ആദിലുൻ ഫിയ ഖദാഉക്, എന്റെ വിഷയത്തിൽ നിന്റെ തീർപ്പെന്താണോ, നിന്റെ തീരുമാനം എന്താണോ അത് തീർത്തും നീതിപൂർവകമാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്കുള്ളതായ മുഴുവൻ പേരുകളും മുൻനിർത്തിക്കൊണ്ട്. ഇവിടെ ദുആ ചെയ്യുന്നത് അല്ലാഹുവിന്റെ പേരുകൾ പറഞ്ഞിട്ടാണ്. ഏത് പേരുകൾ? മുഴുവൻ പേരുകളും. മുഴുവൻ പേരുകൾ എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ പേരുകൾ ഇയാൾക്കറിയോ? ഇല്ല, ഉജ്മലായിട്ട് പറയാനേ സാധിക്കുള്ളൂ. ആ പേരുകൾ സമ്മൈത ബിഹി നഫ്സക്, വേറുള്ളവര് നിശ്ചപ്രൂത്തിന്റെ ബുക്കിന്ന് കിട്ടിയതും മറ്റേ ആള് പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് കേട്ടതുമായ പേരനുസരിച്ചല്ല ഞാൻ ദുആ ചെയ്യണത്. സമ്മൈത ബിഹി നഫ്സക്, റബ്ബേ നീ നിനക്ക് നൽകിയ പേരാ. നിശ്ചപ്രൂത്തിന്റെ ബുക്കിൽ ഹിരണ്യഗർഭൻ എന്നൊക്കെ പേരുണ്ടാവും. അത് വെച്ചിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വാക്കുകളുണ്ട്. നാദാ ഓരോ വിളിയാണ്. ആ നാദാന്ന് വിളിക്കുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പരപ്പനങ്ങാടുണ്ട് യു കലാനാഥൻ മൂപ്പരയുടെ വിളിക്കുന്നത് ആ മാതിരി വിളിയാണ്. ഈ വിളിയൊന്നും അള്ളാന്റെ അസ്മാകളിൽ ഒരിക്കലും പാടില്ലാത്തതാണ്. ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആര് കേൾക്കാൻ, ആരോട് ഈ സങ്കടം പറയും? വെള്ളിയാഴ്ച ഒരു ജുമാക്ക് പോയിരിക്കാൻ പറ്റൂല. ഈ ജാതി തമ്പുരാട്ടിനെ വിളി, നാദന്മാരെ വിളി, ഇതുകൊണ്ട് ഒരു രക്ഷയില്ല. ആ ഇതാണ് ശരിക്ക് ഈ ബാബ് ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കി. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പുതുതായി പറയാത്തത്. ഈ ബാബ് ഇതൊക്കെ എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്ത് തൗഹീദിനെ കുറിച്ച് ആർക്കെങ്കിലും ഖിലാഫുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവ്യക്തത ഉണ്ടോ? പക്ഷെ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല? കാരണം പിശാച് സമ്മതിക്കൂല. അസ്മാ സുഫാത്ത് എന്നുള്ള ബാബ് എന്ന് പറഞ്ഞാൽ അത്ര സെൻസിറ്റീവായ ബാബാണ്. ആ ഇൽമു ഉയർത്തപ്പെടുക ചെയ്യും. അത് ഉയർത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ, അത് ഏത് വിഭാഗമാണെങ്കിലും, സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും ജമാഅത്താണെങ്കിലും തബ്ലീഗാണെങ്കിലും ഒക്കെ കേൾക്കാനായി എല്ലാവരും ഇതിൽ ഒരുപോലെ നിരന്നൊഴുകാണ്. അവർക്ക് അള്ളാന്റെ പേരുകളല്ലാത്ത പേരുകൾ വേണം അള്ളാനെ വിളിക്കാൻ. അള്ളാന്റെ പേരുകൾ അവർ അള്ളാന്റെ സൃഷ്ടികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ സ്വഭാവം. എന്നിട്ട് പറഞ്ഞു, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നീ നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള പേരുകൾ, ആ പേരുകൾ തന്നെ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പേരുകൾ. ഔ അൻസൽതഹു ഫീ കിതാബിക്, അല്ലെങ്കിൽ നീ നിന്റെ ഗ്രന്ഥത്തിൽ ഇറക്കിയിട്ടുള്ള പേരുകൾ. അതുമല്ലെങ്കിൽ ഒരാൾക്കും ഒരു സൃഷ്ടിക്കും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നീ അത് ഇറക്കിയിട്ടുമില്ല. മറിച്ച് ഇൽമുൽ ഗൈബിൽ, അദൃശ്യമായ ജ്ഞാനത്തിൽ നിന്റെ അടുക്കൽ നീ സ്വന്തമാക്കി സ്വായത്തമാക്കി വെച്ചിട്ടുള്ള ആ ജ്ഞാനത്തിൽ ഉള്ള പേരുകൾ, അങ്ങനെയുള്ള മുഴുവൻ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബിയ ഖൽബി,
നിന്റെ കലാമായ ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണം. വനൂറ സദരി, എന്റെ മനസ്സിന്റെ വെളിച്ചമാക്കി തീർക്കണം. വജലാഅ ഹുസ്നി, എന്റെ ദുഃഖങ്ങളെ പോക്കിക്കളയുന്ന കാര്യമാക്കി തീർക്കണം. വദഹാബ ഹമ്മി, എന്റെ ക്ലേശങ്ങൾ ദൂരീകരിക്കുന്നതാക്കി തീർക്കണം എന്നൊരാൾ ദുആ ചെയ്താൽ ഇല്ല അൽഹബല്ലാഹു ഹമ്മഹു വഹുസ്ന വബദലഹു മകാനഹു ഫറഹ, അയാളുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും അല്ലാഹു നീക്കം ചെയ്യുകയും തൽസ്ഥാനത്ത് അയാൾക്ക് അല്ലാഹു നല്ല സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നാണ് ആ ഹദീസിലുള്ളത്. അവിടെ അള്ളാഹ്ക്ക് നൽകിയ പേരുകൾ എന്ന് പറഞ്ഞതിന് ശേഷം അതൊന്നുകിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാം. അത് ഇന്ന നബിയൻ മുർസലൻ, ചിലപ്പോൾ നബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തായിരിക്കാം. ഒന്നുകിൽ നമ്മളെ പോലെയുള്ള അള്ളാഹുടെ സാധാരണ അടിയാറുകളായ മുസ്ലിങ്ങളായ ആളുകൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വഹിയിലൂടെ പഠിപ്പിച്ചു കൊടുത്ത പേരുകളാകാം. ചിലപ്പോൾ നമുക്കറിയില്ല, പക്ഷേ അള്ളാഹുടെ സൃഷ്ടികളിൽപ്പെട്ട സമുന്നതരായ ചില നബിമാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില മലക്കുകൾ ഉണ്ടായിരിക്കാം. നബിക്ക് പ്രത്യേകമായി അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മലക്കുകൾക്ക് അറിയുന്നതായിരിക്കാം, അങ്ങനെയുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏതെങ്കിലും വേടുകളിൽ ഇറക്കിയതായിരിക്കാം. ഇനി അതൊന്നും അല്ലാത്ത നാമങ്ങളും അള്ളാഹുണ്ട്. ഇൽമുൽ ഗൈബിൽ, അദൃശ്യജ്ഞാനത്തിൽ ആർക്കും കൊടുക്കാതെ അവൻ സ്വന്തമാക്കി വെച്ചിട്ടുള്ള നാമങ്ങളുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ നാമങ്ങളും മുൻനിർത്തിയിട്ട് അള്ളാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബിഅ ഖൽബി വനൂറ സദരി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഇതാണ് ദുആ. അപ്പൊ ഇതിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടം പോലെ പേരുകൾ വേറെ. എത്ര പേര് എന്ന് ചോദിച്ചാൽ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. അള്ളാഹ്ക്ക് ഇത്ര പേരാണുള്ളത് എന്ന് തിട്ടപ്പെടുത്തുക നമുക്ക് സാധ്യമല്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരുകളായി നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ 99 പേരുകൾക്ക് ഒരു ഹുക്മുണ്ട്. ആ ഹുക്മ് മൻ അഹ്സാഹ ദഖലൽ ജന്ന. വേറൊരു പേരുണ്ട് ഇസ്മുല്ലാഹിൽ അഅ്ളം. അതിന്റെ പ്രത്യേകത എന്താണ്? ഇദാ ദുഇയ ബിഹി അജാബ്. പിന്നെ വേറൊരു പേരുണ്ട് അല്ലാഹ് എന്നുള്ള അടിസ്ഥാന നാമം. ആ അടിസ്ഥാന നാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബറക്കത്തുള്ളതായ പേരാണ്. ആ പേര് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അതൊക്കെയാണ് അതിന്റെ ഹുക്മുകൾ. ഏതാണെങ്കിലും ഈ പേരുകൾ അനുസരിച്ചാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കേണ്ടത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഈ ആയത്തിലേക്ക് നമ്മൾ മടങ്ങുക. അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹ, അവന്റെ ആ നാമങ്ങൾ എന്ന് പറയുന്നത് ഉത്കൃഷ്ടമാണ്. ഹുസ്ന, എല്ലാ അർത്ഥത്തിലും അത് പെർഫെക്റ്റായ നാമങ്ങളാണ്. അത് ഏറ്റവും മനോഹരമായ നാമങ്ങളാണ്, ഏറ്റവും സൗന്ദര്യമുള്ള നാമങ്ങളാണ്. അതിൽ പൂർണ്ണതയുടെ സിഫാത്തുകളാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ബിഹാ, ആ പേരുകൾ ചൊല്ലിയിട്ടാണ്. അല്ലാഹുവിനെ ഒരാൾ വിളിക്കേണ്ടത്, അല്ലാഹുവിന് ഒരാൾ ഇബാദത്ത് ചെയ്യേണ്ടത് ദുആ ചെയ്യുന്നതിന്റെ ആദാബിൽപ്പെട്ടതാണ്. വമിൻ ആദാബിദ് ദുആ. ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണമെങ്കിൽ അതിന് ചില ആദാബുകളുണ്ട്, ആദാബുകൾ പാലിക്കണം. ആ ആദാബിൽപ്പെട്ടതാണ് അത്തവസ്സുലു ബി അസ്മാഇല്ലാഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് അവന്റെ സിഫാത്തുകൾ കൊണ്ട് തവസ്സുൽ നടത്തുക എന്നുള്ളത്. തവസ്സുല് അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്, എന്നാൽ അനുവദിക്കപ്പെടാത്ത തവസ്സുലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള തവസ്സുൽ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുള്ള മഹാത്മാക്കളുടെ ദവാത്തുകൾ കൊണ്ട് തവസ്സുലാക്കും. മരിച്ചുപോയ മഹാത്മാക്കളുടെ ദവാത്തുകൾ കൊണ്ട് തവസ്സുലാക്കും. വൈദ്യശേഖരെ മുൻനിർത്തി ചോദിക്കുന്നു, തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു, അവരെ ദാത്ത് മുൻനിർത്തി ചോദിക്കുന്നു, മരിച്ചുപോയിട്ടുള്ള മുഴുവൻ അമ്പ്യൗലിയാക്കന്മാരുടെയും ദാത്ത് മുൻനിർത്തി ചോദിക്കുന്നു, അവരുടെ ഹത്തുകളും ജാഹുകളും ബർക്കത്തുകളും മുൻനിർത്തി ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള തവസ്സുലുകളുണ്ട്. ആ തവസ്സുലുകളില്ല. മറിച്ച് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി എന്ന് പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. വബ്തഗു ഇലൈഹിൽ വസീല, അവനിലേക്ക് എത്താൻ, അവൻ നിങ്ങളുടെ ദുആ സ്വീകരിക്കാൻ, അവൻ നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ വസീല തേടണം. ആ വസീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസീലയാണ് അത്തവസ്സുലു ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉല. അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കൽ. അല്ലാഹുവിന്റെ ഉന്നതമായിരിക്കുന്ന സിഫാത്തുകൾ, ഗുണഗണങ്ങൾ, അത് മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഏത് ദുആ നിങ്ങൾ എടുത്താലും അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ ചൊല്ലിയിട്ടാണ് റസൂലുള്ളാഹ് അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നത്. യാ റബ്ബ്
യാ അസീസ്, യാ ഗഫൂർ, യാ മന്നാൻ എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള നാമങ്ങൾ ചൊല്ലി എന്നിട്ടാണ് ദുആ ചെയ്യാറുള്ളത്. അതന്നെയാണ് ഈ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുണ്ട്, അതുകൊണ്ട് തന്നെ അവ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് 6 രൂപത്തിലാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് മാ യദ്രി സിഫതൻ ഔ ഖബറൻ അനിർ റബ്ബി തബാറക വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, ആ നാമങ്ങളിൽ സിഫത്തുകൾ ഉണ്ടാകും. പിന്നെ ആ സിഫത്തുകൾക്ക് പുറമെ ചില അഖ്ബാറുകൾ വേറുണ്ടാകും. വബാബുൽ ഇഖ്ബാർ ഔസഉ മിൻ ബാബി സിഫാത്ത്. അത് വേറൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതിന് പുറമെ ഇഖ്ബാർ, അള്ളാഹിനെ കുറിച്ചുള്ള ഇഖ്ബാർ ഉണ്ട്. എന്താ ഇഖ്ബാർ? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അള്ളാഹിനെ കുറിച്ച് നമ്മൾ വിവരിച്ചു കൊടുക്കുന്നതാണ് ഇഖ്ബാർ. അത് ഔസഅ, കുറച്ചുകൂടി ഔസഅ. എന്നാൽ അസ്മാഇന്റെയും സിഫാത്തിന്റെയും ബാബിൽ അത് തൗഖീഫിയ്യ, തീർത്തും തൗഖീഫിയ്യത്താണ്. അതിൽ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചു വന്നതെന്താണോ, വഹയിലൂടെ നമുക്ക് കിട്ടിയതെന്താണോ, റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചതെന്താണോ, അതല്ലാത്ത മറ്റൊന്നും ഒരു വണ്ടി പുള്ളി അതിൽ കൂട്ടാനും കുറക്കാനും നമുക്ക് അവകാശമില്ല. മറിച്ച് അള്ളാഹിനെ കുറിച്ച് നമ്മൾ മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ അതേ വാക്കുകൾ തന്നെ ആവില്ല. വേറെ ഇഖ്ബാറിന്റെ ബാബിൽ കുറച്ചുകൂടി പറയും, ഇഖ്ബാറിന്റെ ബാബിൽ കുറച്ചുകൂടി വിശാലമായി പറയും. അതുകൊണ്ട് തന്നെ ഇഖ്ബാർ എന്നുള്ളത് മറ്റൊന്നാണ്, അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഖാഇദയായി തന്നെ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് ബാബുൽ ഇഖ്ബാരി ഔസഉ മിൻ ബാബി സിഫാത്ത്. ഇഖ്ബാറിന്റെ ബാബ് കുറച്ചുകൂടി വിശാലമാണ് സിഫാത്തിന്റെ ബാബുകളെക്കാൾ. ഏതാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സിഫത്തുകള്, അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഇഖ്ബാറുകള്, അത് 6 രൂപത്തിലാണ് വരിക എന്നാണ് അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഒന്ന്, മാ യർജിഉ ഇലാ നഫ്സിൽ ദാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ-ദാത്തുൽ അലിയ്യ, അവന്റെ സമുന്നതമായിരിക്കുന്ന ആ സത്ത, ആ ദാത്തിനെ കുറിച്ച് പറയുന്ന, ദാത്തിലേക്ക് മടങ്ങുന്നതായ വാക്കുകൾ ഉണ്ടായിരിക്കും, പരാമർശങ്ങൾ ഉണ്ടായിരിക്കും. ഏതുപോലെ ദാത്ത് എന്ന് പറയും, ചിലപ്പോ മൗജൂദ് എന്ന് ചിലപ്പോ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദാത്ത്. ഇതൊരു സഹാബി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബുഖാരിയിൽ റിവായത്ത് വന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ ദാത്ത് എന്നുള്ളതും നഫ്സ് എന്നുള്ളതും അത് ഹദീസിലും, അതുപോലെ തന്നെ നഫ്സ് എന്നുള്ളത് ഖുർആനിലും ഹദീസിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ വരും. ഈ വാക്കുകൾ മടങ്ങുന്നത് ഇലൽ അലിയ്യ, അള്ളാഹുവിന്റെ സത്തയെ സൂചിപ്പിക്കാൻ മടങ്ങുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തേത് മാ യർജിഉ ഇലാ സിഫാത്തിൽ മഅനവിയ്യ, മഅനവിയായ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത, അള്ളാഹുവിന്റെ ദാത്തിനോട് ചേർത്ത് തന്നെ നമ്മൾ പറയേണ്ടതായ മഅനവിയായിരിക്കുന്ന, ആശയപരമായിരിക്കുന്ന ചില സിഫാത്തുകൾ. ഏതുപോലെ അലീം, അള്ളാഹ് അലീമാണ്. അള്ളാന്റെ അലിമ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദാത്തിൽ നിന്ന് വേർപിരിയാത്തതാണ്. അള്ളാഹ് ഖദീർ, അള്ളാന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് അവന്റെ ദാത്തിൽ നിന്ന് വേർപിരിയാത്ത മഅനവിയായ സിഫത്താണ്. അള്ളാഹ് സമീർ, അള്ളാഹ്ക്ക് സമണ്ട് എന്നുള്ള ആ സിഫത്ത് അള്ളാന്റെ ദാത്തിൽ നിന്ന് വേർപിരിയാത്ത മഅനവിയായ സിഫത്താണ്. ബസീർ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള അള്ളാന്റെ ദാത്തിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത മഅനവിയായ സിഫാത്തുകളുണ്ട്. മൂന്നാമത്തേത് മാ യർജിഉ ഇലാ അഫ്ആലിഹി, അള്ളാഹുവിന്റെ അഫ്ആലുകളിലേക്ക്, അള്ളാഹുവിന്റെ പ്രവർത്തികളിലേക്ക് മടങ്ങുന്ന പരാമർശങ്ങൾ കാണും. ഏതുപോലെ അള്ളാഹു റാസിഖാണ്, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടിച്ചിട്ടുള്ളവനാണ്. അള്ളാഹു എല്ലാവർക്കും റിസ്ഖ് നൽകുന്നവനാണ്. റിസ്ഖ് നൽകുക എന്നുള്ളത് യർജിഉ ഇലാ അഫ്ആലിഹി തബാറക വ തആല, അള്ളാഹുവിന്റെ അഫ്ആലുകളിലേക്ക് മടങ്ങുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ മൂന്നായി. നാലാമത്തേത് അത്തൻസീഹുൽ ബഹൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശുദ്ധനാണ്. യാതൊരു അയ്ബും, യാതൊരു ന്യൂനതയും, യാതൊരു കുറവും, യാതൊരു കുറ്റവും, യാതൊരു അത്തരത്തിലുള്ള ഒന്നും അല്ലാഹുവിനില്ല. അതിൽ നിന്ന് അവൻ മുക്തനാണ്, അതിൽ നിന്ന് അവൻ മുക്തനാണ് എന്ന് പറയുന്ന സിഫാത്തുകളുണ്ട്. ഏതുപോലെ കൽ ഖുദ്ദൂസ് വസ്സലാം,
ഖുദ്ദൂസ്, സലാം പോലുള്ള ഇതിന്റെ അർത്ഥം എന്താണ്? വൽ ഖുദ്സു അത്തുഹുർ വസ്സലാമു അസ്സലാമത്തു മിൻ കുല്ലി ഐബ്. എല്ലാവിധ അഴിവുകളിൽ നിന്ന്, എല്ലാ നഖായിസുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അല്ലാഹു മുക്തനാണ്. ഇങ്ങനെ മഹമായ തൻസീഹ് പറഞ്ഞാൽ അതിന്റെ നേർ വിപരീതമായിരിക്കുന്ന ആശയത്തെ അത് ഇഖ്ബാത്ത് ചെയ്യുക കൂടി ചെയ്യും. അത് അതിന്റെ പ്രത്യേകതയാണ്. കാരണം ഇതിലാ കമാല ഫിൽ അദമിൽ മഹ്ദ്, തനിച്ച ഇല്ല ഇല്ല അല്ല അല്ല എന്ന് മാത്രം പറഞ്ഞാൽ അതിൽ പൂർണ്ണതല്ല, അതിൽ മദ്ഹില്ല, അതിൽ സനാ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുന്നതായി വന്ന ഏത് പരാമർശവും അതിന്റെ നേർ വിപരീതമായ കമാലിന്റെ സിഫത്തിനെ അത് ഇഖ്ബാത്ത് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നാലെണ്ണമായി: ഒന്ന് ദാത്തിലേക്ക് മടങ്ങുന്നത്, മറ്റൊന്ന് മാനവീയ സിഫത്ത്, മറ്റൊന്ന് അഫ്ആലിലേക്ക് മടങ്ങുന്നത്, മറ്റൊന്ന് അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുന്നത്. ഇനി അതിന് പുറമെ അഞ്ചാമത്തേത് അൽ ഇസ്മു ദാല്ലു അലാ ജുംലത്തി ഔസാഫിൻ അദീദ. വാക്കൊന്നായിരിക്കും, പക്ഷെ ആ വാക്കിൽ ഒരുപാട് ആശയങ്ങൾ ഒരേ സമയത്ത് ഉൾച്ചേർന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള കുറെ വർണ്ണനകൾ, കുറെ ഇസ്മുകളും കുറെ വർണ്ണനകളും അള്ളാഹുവിനുണ്ട്. ഏതുപോലെ ഉദാഹരണമായി പറയാം, മജീദ് എന്ന അള്ളാഹിനെ കുറിച്ചിട്ട് പേരുണ്ട്. അള്ളാഹ് മജീദിന്റെ ഉടമയുമാണ് അള്ളാഹു. എന്താണ് മജീദ് എന്ന് പറയുകയാണെങ്കിൽ അത് നീട്ടി ഉപന്യസിക്കേണ്ടി വരും. അതൊരു പക്ഷെ അരമണിക്കൂർ സമയമെടുത്തിട്ട് നീട്ടി വിശദീകരിച്ച് പറയേണ്ടി വരും. അതിന്റെ ആശയം അത്രയും ധാരാളിത്തമുള്ള ഒരു പദമാണത്. അതിൽ സാഹത്തുണ്ട്, അതിൽ കസറത്തുണ്ട്, അതിൽ സിയാദത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ സമഞ്ജസമായി ഉൾച്ചേർന്നിരിക്കുന്ന ഒരു പദമാണ് മജീദ് എന്നുള്ളത്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പറയും. അഥവാ ജുംലത്തു ഔസാഫ്, ഒരു ഔസാഫ്, ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എ ക്ലസ്റ്റർ ഓഫ് ആട്രിബ്യൂട്ട്സ്, അതിന്റെ ഒരു ബഞ്ച് ഓഫ് ആട്രിബ്യൂട്ട്സ്, അത് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സിഫാത്തുകൾ ഉണ്ടായിരിക്കും. ഇത് അഞ്ചായി. ഇനി അതിനു പുറമെ ആറാമത്തെ ഒന്നുണ്ട്. ആ ആറാമത്തെ ഒന്നിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇസ്മുകളെ ഒരുമിച്ച് പറയുന്നല്ല, അതൊന്നും ചെയ്യാതെ ഒരുമിച്ച് അങ്ങോട്ട് പറയും. ഏതുപോലെ അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പൊ ഹയ്യ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആശയം ഒന്ന് വേറെയാണ്, ആ സനാഹ് വന്നു. ഖയ്യൂം എന്ന് പറയുമ്പോൾ കിട്ടുന്ന സനാഹ് വർണ്ണന വേറൊന്നാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, അത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന മൂന്നാമത് വേറൊരാശയമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഖുർആനിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഏതുപോലെ അൽ ഗഫൂറുൽ ഖദീർ, അൽ ഹമീദുൽ മജീദ്, അൽ അസീസുൽ ഹക്കീം, ഇങ്ങനെയുള്ള കാര്യം. ഇത് ഇങ്ങനെ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുമ്പോ രണ്ടിന്റെയും മായനകൾ അള്ളാഹുവിന് സ്ഥിരപ്പെടുന്നതിന് പുറമെ രണ്ടും ഒരുമിച്ച് പറയുമ്പോൾ മൂന്നാമതൊരു മായന കിട്ടുന്നുണ്ട്. അതും കൂടി അള്ളാഹുവിന്, ആ സനാവും കൂടി അള്ളാഹുവിന് സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അഷ്റഫുൽ മആനി. അത് ലാ യൻതബിഹു ലഹു ഇല്ലാ മൻ ഇൻദഹു ഫിത്ന വദകാഅ്. നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ആ കാര്യത്തിന്റെ സൂക്ഷ്മമായ ആശയങ്ങളിലേക്ക് പോകാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നമ്മുടെ മര്യാദ, അള്ളാഹു നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ളത്, അള്ളാഹിനോട് നിങ്ങളൊരു കാര്യം ദുആ ചെയ്യാറുണ്ട്. എങ്ങനെ ദുആ ചെയ്യേണ്ടത്? തവസ്സുൽ നടത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ തവസ്സുൽ നടത്തേണ്ടത്? അവന്റെ അസ്മാഉകൾ ചൊല്ലിക്കൊണ്ടാണ് തവസ്സുൽ നടത്തേണ്ടത്. അവന്റെ അസ്മാഉകൾ ഏതും വേണമെങ്കിൽ അവനോട് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അള്ളാഹ് വിളിച്ചോളൂ, അത് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ടതാണ്. അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചോളൂ, അത് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഹൈ എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ ഖയ്യൂം എന്ന് വിളിച്ചോളൂ, അസീസ് എന്ന് വിളിച്ചോളൂ, ഗഫൂർ എന്ന് വിളിച്ചോളൂ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും, ആ ഏത് നാമം വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ആ നാമം ചൊല്ലിയിട്ട് അള്ളാഹനെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അവനോട് ചോദിക്കാം. അത് തവസ്സുലാക്കിയിട്ടാണ് അവനോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ഇതാണ് ഖുർആനിൽ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളോട് വളരെ കൃത്യമായി ഇങ്ങനെ ദുആയുടെ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹ് നിശ്ചയിച്ച് തന്നിട്ടുള്ള അതേ പേരുകൾ, ആ പേരുകൾ ചൊല്ലി നമ്മൾ ചോദിക്കുന്നത് ഏതാണോ അതിനോട് അനുയോജ്യമായ പേരുകളാണ് ചെയ്യേണ്ടത്. മഗ്ഫിറത്ത് ചോദിക്കുകയാണെങ്കിൽ യാ ഗഫൂർ ഇഗ്ഫിർലി, റഹ്മത്ത് ചോദിക്കുകയാണെങ്കിൽ യാ റഹ്മാൻ ഇർഹംനി. ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന കാര്യത്തോട് യോജിച്ച ഉചിതമായിരിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ആ നാമങ്ങൾ ചൊല്ലിയിട്ട് വേണം അവനോട് നിങ്ങൾ ദുആ ചെയ്യാൻ. ഇനി ആ അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. അധ്യായത്തിലേക്ക് മടങ്ങിയാൽ കാര്യങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ അറിയേണ്ടത് അവന്റെ അസ്മാഉകളിലൂടെ, അവന്റെ സിഫാത്തിലൂടെയാണ്. അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്, അത് ഓരോ ലെവലായി കിടക്കുന്ന കാര്യം ഓരോന്നും പറഞ്ഞു. അള്ളാഹ് ഇസ്മുല്ലാഹിൽ ആളം, 99 നാമം അല്ലാത്ത നാമങ്ങൾ.
അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അവന്റെ അസ്മാഉകൾ മുൻനിർത്തിയിട്ട് വേണം, അതുകൊണ്ട് തവസ്സുലാക്കിയിട്ട് വേണം ദുആ ചെയ്യാൻ. എന്നാൽ അവന്റെ നാമങ്ങൾ തൗഖീഫിയ്യത്താണ്, അതിൽ നമുക്ക് യാതൊരു കൃത്രിമത്വവും കാണിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അവന്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ വിട്ടേക്കുക. അവർ കൃത്രിമത്വം കാണിക്കുന്നത് ഒന്നുകിൽ ശിർക്ക് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മഅനയെ തഅ്സീൽ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ നുക്റാൻ ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹഖീഖത്തുൽ ഇൽഹാദി അൽ മൈലു ഫീഹാ ബിൽ ഇശ്റാഖി വത്തഅ്സീൽ വന്നുക്റാൻ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഇൽഹാദിന്റെ ഹഖീഖത്ത് എന്താണ്? അൽ മൈലു ഫീഹാ, അള്ളാഹുവിന്റെ നാമങ്ങളിലും അവന്റെ ഗുണവിശേഷങ്ങളിലും കാണിക്കുന്ന തരികിടയാണ്, കൃത്രിമത്വമാണ്. ആ കൃത്രിമം കാണിക്കുന്നത് മൂന്നാലൊരു രൂപത്തിലാണ്. ഒന്നുകിൽ ശിർക്ക് ചേർത്തുകൊണ്ടു, അള്ളാന്റെ പേര് അങ്ങട്ട് കൊടുത്തു, അള്ളാന്റെ സിഫത്ത് അങ്ങട്ട് കൊടുത്തു സൃഷ്ടികൾക്ക്, അല്ലെങ്കിൽ സൃഷ്ടികളുടെ പേരുകളോ സിഫത്തുകളോ അള്ളാഹ് ഇങ്ങട്ട് കൊടുത്തു, ഇങ്ങനെ ശിർക്ക് ചേർക്കും. അതല്ലെങ്കിൽ നുക്റാൻ, അള്ളാന്റെ ഏതെങ്കിലും നാമത്തെയോ അള്ളാന്റെ ഏതെങ്കിലും സിഫത്തെയോ നിഷേധിക്കും. അതുമല്ലെങ്കിൽ തഅ്സീൽ, അള്ളാഹുവിനുള്ള നാമങ്ങളെയും സിഫത്തുകളെയും അസാധുവാക്കുന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചോ അല്ലാതെയോ അതിന്റെ മഅനകളിൽ നിന്ന് അതിനെ ഒഴിവാക്കും. ഇത് മൂന്നും ഇൽഹാദിന്റെ പരിധിയിൽപ്പെടുന്നു. അങ്ങനെ ഇൽഹാദ് നടത്തുന്ന ആളുകളെ നിങ്ങൾ വിട്ടേക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇ, അങ്ങനെ ഇൽഹാദ് നടത്തിയാൽ സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അതിന്റെ ഫലം എന്ത് എന്നത് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു, അവരർഹിക്കുന്നതായ ശിക്ഷ അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. ഇബ്നു അബി ഹാത്തിം ഇബ്നു അബ്ബാസിൽ നിന്ന് റിവായത്ത് ചെയ്തു, യുൽഹിദൂന ഫി അസ്മാഇ എന്ന് പറഞ്ഞാൽ യുശ്രികൂൻ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അവർ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ വരുത്തുന്ന ശിർക്കിനാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. വഅൻഹു, ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ അതിനുള്ള ഉദാഹരണവും റിവായത്ത് ചെയ്തിട്ടുണ്ട്. സമ്മു അല്ലാത്ത മിനൽ ഇലാഹ്, അള്ളാഹുവിന്റെ നാമമായ അൽ ഇലാഹ് എന്ന നാമത്തെ ഭേദഗതി വരുത്തിയിട്ട് അവരുടെ വിഗ്രഹത്തിന് ലാത്ത എന്ന് കൊടുത്തത് അത് പേരിൽ വരുത്തിയിട്ടുള്ള ശിർക്കാണ്, അത് ഇൽഹാദാണ്. അതുപോലെ തന്നെ അള്ളാഹിന്റെ അസീസ് എന്നുള്ള പേരിൽ ചെറിയ ഭേദഗതി വരുത്തിയിട്ട് അവരുടെ വിഗ്രഹത്തിന് ഉസ്സ എന്ന് പേര് കൊടുത്തത് അള്ളാഹുവിന്റെ അസ്മായിൽ അവർ വരുത്തിയിട്ടുള്ള ശിർക്കാണ്, അത് ഇൽഹാദാണ്. ആമശ് പറഞ്ഞു, ഇങ്ങനെ അള്ളാഹുടെ പേരുകൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ശിർക്കിൽപ്പെട്ടതാണ്, ഇൽഹാദിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ലാത്തത് അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തുകയും എന്നിട്ട് അള്ളാഹുവിനെ ആ പേരിൽ വിളിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഫീഹി മസാഇൽ, ഈ അധ്യായത്തിലുള്ള മസലകൾ: ഒന്ന്, ഇസ്ബാത്തുൽ അസ്മാ, അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്. ആ അസ്മാഉകൾ ഞാൻ പറഞ്ഞു. ഒന്ന് അടിസ്ഥാന നാമം, രണ്ട് ഇസ്മുല്ലാഹിൽ ആമം, 3 99 നാമം, പിന്നെ നമുക്കറിയാത്ത നാമങ്ങൾ വേറെ. പിന്നെ കൗനുഹ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞത് ഹുസ്ന. അൽ ഹുസൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് ഹുസ്ന. ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്, ഏറ്റവും സമ്പൂർണമാണ്, ഏറ്റവും മനോഹരമാണ്, ഏറ്റവും നല്ല പേരുകളാണ്. ആ പേരുകളിൽ അള്ളാഹുവിനുള്ള വർണ്ണനകളുണ്ട്. ആ വർണ്ണനകൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാതെ, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാനുള്ള ഒരു അഭിമാനതയില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അടിയാറുകൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത്. അള്ളാഹിനെ അറിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അവൻ ചെയ്യുന്ന റഹ്മത്ത് അത് മനസ്സിലാക്കിയാൽ അള്ളാഹിന്റെ മുന്നിൽ നിന്ന് സുജൂദിൽ കിടന്ന് അവിടുന്ന് തലയുയർത്താൻ ഒരു മനുഷ്യന് തോന്നൂല. ഇതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ കൗനുഹ ഹുസ്ന, അള്ളാഹിന്റെ നാമങ്ങൾ മുഴുവനും ഹുസ്നയാണ്. അൽഅംറു ബിദുആഇഹി ബിഹാ, ഖുർആനിൽ നസ്സായി അള്ളാഹ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് അവന്റെ അസ്മാഉകൾ കൊണ്ടാണ്, അവന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടാണ്. അതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ദുആയുടെ ആദാബിൽപ്പെട്ടതാണ് അത്തവസ്സുലു ബി അസ്മാഇല്ലാഹ് വസിഫാതിഹി, അള്ളാഹിന്റെ അസ്മാഉകളും അള്ളാഹിന്റെ സിഫാത്തുകളും മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണോ, ദുആയിൽ ആവശ്യപ്പെടുന്ന കാര്യം എന്താണോ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഇസ്മുകൾ അത് ചൊല്ലിയിട്ട് അവയെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. നാലാമത്തേത് തർക്കു മൻ ആറള മിനൽ ജാഹിലീനൽ മുൽഹിദീൻ, എന്നാൽ ഇതിന് എതിര് ചെയ്യുന്ന ആളുകൾ, അൽ ജാഹിലീൻ വിവരം ഘട്ടത്തിലെ ആളുകൾ ഇതിനെതിരെ ചെയ്യും, അൽ മുൽഹിദീൻ അവർ ഇൽഹാദ് ചെയ്യുന്നവരായിരിക്കും.
ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുടെ പേര് സൃഷ്ടികൾക്ക് കൊടുക്കുന്നവർ, അല്ലെങ്കിൽ സൃഷ്ടികളുടെ പേര് അള്ളാഹുവിൽ ആരോപിക്കുന്നവർ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളുടെ ആശയങ്ങളെ തഅ്തീൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളെയും സിഫാത്തുകളെയും ഇൻകാർ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഇൽഹാദ് വരുത്തുന്ന ആളുകൾ, ജാഹിലീങ്ങൾ, അവരെ നിങ്ങൾ ഉപേക്ഷിക്കണം, അവരെ വിട്ടേക്ക്. അവർ നന്നാകാൻ പോകുന്ന ടീമല്ല. അള്ള പ്രത്യേകമായ റഹ്മത്തോണ്ട് മന്നുകൊണ്ട് അള്ള അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാലല്ലാതെ ഇത്തരക്കാരോട് ഇത് പറഞ്ഞാൽ താനെ കീറില്ല. ആ രോഗം ഇങ്ങോട്ട് വന്ന് കയറുന്നത് നോക്കുക. കുറച്ച് ആൾക്കാരുണ്ട്, നമുക്കെല്ലാവരും വേണം നിറട്ട് എല്ലാവരും വരക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സൂക്ഷിച്ചോളൂ. ചൊറി പിടിച്ച ഒട്ടകത്തെ പോയിട്ട് ഒരുത്തി വന്നാൽ ആ ചൊറി ഇങ്ങോട്ട് കിട്ടുന്ന ചെയ്യും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ മൻഹജിന്റെ ആണിക്കല്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം മുബത്തദിഈങ്ങളോട് ഒരസാൻ നടക്കരുത്. പക്ഷെ ചിലർക്ക് അവർ ഒരസയെ പറ്റുള്ളൂ, അവര് അതിന്റെ ഫല അനുഭവിക്കുക ചെയ്യും. അൽ ഖാമിസത്തു, അഞ്ചാമത്തേത് തഫ്സീറുൽ ഇൽഹാദി ഫിഹാ. ഈ ആയത്തിൽ പറഞ്ഞ ഇൽഹാദിന്റെ തഫ്സീർ ഞാൻ പറഞ്ഞു ഇബ്നു അബ്ബാസിൽ നിന്ന്, ഖതാദയിൽ നിന്ന് അതിന്റെ റിവായത്ത് വന്നു. യുശ്രികൂൻ, അസ്മാഉ സിഫാത്തിന്റെ ബാബിൽ ശിർക്ക് വെക്കുന്നതിനാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ നാമം സൃഷ്ടികൾക്ക് കൊടുത്താൽ അത് ശിർക്കാണ്, അതിന് ഇൽഹാദിനാണ് പറയാം. സൃഷ്ടികളുടെ നാമം അള്ളാഹുവിലേക്ക് ആരോപിച്ചാൽ, സൃഷ്ടികളുടെ സിഫാത്ത് അള്ളാഹുവിൽ ആരോപിച്ചാൽ ശിർക്കാണ്, അതിന് ഇൽഹാദ് എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇൽഹാദിൽ ഉൾപ്പെടുന്ന, അതിന്റെ ഹഖീഖത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അത്തഅ്തീൽ വന്നുഖ്റാൻ എന്നുള്ളത്. അസ്സാദിസത്തു വഈദു മൻ അൽഹദ്, ആറാമത്തെ മസ്അല. ഇനി ഇൽഹാദ് ചെയ്താൽ അവനുള്ള വഈദ് എന്താണ്? അല്ലാഹ് പറഞ്ഞത് സയുജ്സൗന മാ കാനൂ യഅമലൂൻ. വഈദിന്റെ ആയത്തുകളൊക്കെ അതേമാതിരി ഓതിയ സയുജ്സൗൻ, അവർക്ക് ജസാഅ് നൽകപ്പെടും. മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതായ ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം, അതിനുള്ള ശിക്ഷ അല്ലാഹ് കൊടുക്കും. അത് പിന്നെ എന്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണ്ട. ആ വഈദിന്റെ ആയത്തുകളൊക്കെ നല്ല പൂമൊട്ടുകൾ പോലെയാണ്. അതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട. ഇതാ ലുമിസത്ത് ദബുലത്ത്, നിങ്ങൾ കൈകാര്യം ചെയ്താൽ വാടിപ്പോകുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ വഈദിന്റെ ആയത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സയുജ്സൗൻ മാ കാനൂ യഅമലൂൻ. هذا والله تعالى أعلم. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.